ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടു വേരിയബിൾ റിഗ്രഷൻ അനാലിസിസ് ആണ്. അതായത് റിഗ്രഷൻ അനാലിസിസ് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ടു വേരിയബിൾ റിഗ്രഷൻ അനാലിസിസ് ആണ്. അതായത് ടു വേരിയബിൾ റിഗ്രഷൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ വേരിയബിളിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. പക്ഷെ നമ്മൾ ആദ്യം സിംപ്ലസ്റ്റ് പോസിബിൾ റിഗ്രഷൻ അനാലിസിസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് ടു വേരിയബിൾ ആണ്. അതായത് രണ്ട് വേരിയബിൾ മാത്രമേ അവിടെ ഉണ്ടായിരിക്കുള്ളൂ. ഒന്ന് ഡിപ്പെൻഡന്റ് വേരിയബിൾ ആയിരിക്കും, ഒന്ന് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിരിക്കും. അതിന് ഡിപ്പെൻഡന്റ് വേരിയബിളിനെ നമ്മൾ റിഗ്രസന്റ് എന്നും ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ വേണമെങ്കിൽ എക്സ്പ്ലനേറ്ററി വേരിയബിൾ അല്ലെങ്കിൽ റിഗ്രസർ നമുക്ക് വിളിക്കാറുണ്ട്. അപ്പം അപ്പം ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളും ഒരു ഡിപ്പെൻഡന്റ് വേരിയബിളും ആണ് എന്തിലുണ്ടാവുക, ടു വേരിയബിൾ റിഗ്രഷൻ അനാലിസിസിൽ ഉണ്ടായിരിക്കുക. അതായത് നമ്മുടെ ആരെയാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് വിളിക്കുക. ആരാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതാണ് എന്ത്, ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് വിളിക്കുന്നത്. ഇവിടെ രണ്ട് വേരിയബിൾ ആദ്യം എടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ടു വേരിയബിൾ ആകുമ്പോൾ അത് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്ന വരുന്നതൊക്കെ ടു ഡയമെൻഷനിൽ ആണല്ലോ. ടു വേരിയബിൾ എന്ന് പറഞ്ഞാൽ ടു ഡയമെൻഷനിൽ ആണല്ലോ. അപ്പൊ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം ടു വേരിയബിൾ റിഗ്രഷൻ അനാലിസിസിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ടു വേരിയബിൾ റിഗ്രഷൻ അനാലിസിസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അതായത് റിഗ്രഷൻ അനാലിസിസിന്റെ ഡിസ്കഷൻ തന്നെ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു എക്സാമ്പിൾ ആണ്. ഈ എക്സാമ്പിളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ റിഗ്രഷൻ അനാലിസിസ് അല്ലെങ്കിൽ ടു വേരിയബിൾ റിഗ്രഷൻ അനാലിസിസ് എന്ത് ചെയ്യാൻ പോണേ, ഡിസ്കസ് ചെയ്യാൻ പോണേ. അപ്പൊ ഈ എക്സാമ്പിളിൽ എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം. ഈ എക്സാമ്പിൾ എന്ന് പറയുന്നത് രണ്ട് വേരിയബിൾ ആണുള്ളത്. Estimating or predicting the population mean value of dependent variable on the basis of non-fixed values of independent variable അല്ലെങ്കിൽ explanatory variable. അതിനുവേണ്ടി നമുക്ക് തന്ന ഡാറ്റ ഇതാണ്. ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് 60 ഫാമിലീസ്, 60 ഫാമിലീസിന്റെ ടോട്ടൽ പോപ്പുലേഷൻ ആണ്. അതിൽ തന്നെ അവരുടെ വീക്ക്ലി ഇൻകം എക്സ് ആയിട്ടും വീക്ക്ലി കൺസംഷൻ എക്സ്പെൻഡിച്ചർ വൈ ആയിട്ടും കൊടുത്തിട്ടുണ്ട്. രണ്ടും റുപ്പീസിലാണ് പറയുന്നത്. അതാണ് ഡാറ്റയിൽ വീക്ക്ലി ഇൻകം എക്സ് ആയിട്ടും വീക്ക്ലി കൺസംഷൻ എന്തായിട്ടും വൈ ആയിട്ടുമാണ് കൊടുത്തിട്ടുള്ളത്. 60 ഫാമിലീസിന്റെ ഡാറ്റയാണ് തന്നിട്ടുള്ളത്. The 60 families are divided into 10 income groups from the rupees 800 to 2600. അതായത് നമ്മളെ 60 ഫാമിലീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, 60 ഫാമിലീസിനെ നമ്മൾ 10 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് 800 റുപ്പീസ് ഇൻകം, അതായത് വീക്ക്ലി ഇൻകം, 1000 റുപ്പീസ് വീക്ക്ലി ഇൻകം, 1200 വീക്ക്ലി ഇൻകം, 400, 1600, 1800, 2000, അങ്ങനെ ഏതുവരെ 2600 വരെ വീക്ക്ലി ഇൻകം ഉള്ള 10 കാറ്റഗറി ആയിട്ട് വീക്ക്ലി ഇൻകത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ 60 ഫാമിലിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അവര് എക്സ്പെൻഡിച്ചർ ഓരോ വീക്ക് ഡേയ്സിലുള്ള എക്സ്പെൻഡിച്ചർ ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ഗ്രാഫ് കാണാൻ വേണ്ടി ഞാൻ അതിനെ കുറച്ച് സൂം ചെയ്ത് കാണിച്ചു തരാം. അതായത് ശരിക്കും ശ്രദ്ധിച്ചോളാം. 800 എന്ന് പറഞ്ഞ ഒരു ക്ലാസ് ആണ്. അതായത് 800 വീക്ക്ലി ഇൻകം ഉള്ള ഫാമിലീസ്, അതുപോലെ 1000 വീക്ക്ലി ഇൻകം ഉള്ള ഫാമിലീസ്, 1200 വീക്ക്ലി ഇൻകം ഉള്ള ഫാമിലീസ്. ഈ 60 ഫാമിലിനെ എന്ത് ചെയ്തതാണ്, 10 ഗ്രൂപ്പ്സ് ആക്കിയിട്ട് സബ് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. പിന്നെ അവരുടെ എക്സ്പെൻഡിച്ചർ ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ഈ 550 എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ദിവസം, ഒരു വീക്കിലെ ഫസ്റ്റ് ദിവസം അവർ 550 എന്ത് ചെയ്തിട്ടുണ്ട്, സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത 600, അടുത്ത 630, അടുത്ത 700, അടുത്ത 750, ബാക്കി 2 ദിവസം അവർ സ്പെൻഡ് ചെയ്തിട്ടേ ഇല്ല. അതിന് ടോട്ടൽ സ്പെൻഡ് ചെയ്ത എമൗണ്ട് ആണ് ഇവിടെ 3250. 3250 ആണ് എന്ത് അവർ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്, ടോട്ടൽ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഡേ എത്രയായിരിക്കും ഒരു സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുക, 3250 ഡിവൈഡഡ് ബൈ 1 2 3 4 5 ഡേയ്സ് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവറേജ് എത്രയാണ്, 650 ആണ്. ആ ഡാറ്റ അതാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ തന്ന ഡാറ്റ നിങ്ങൾ വിശദമായിട്ട് മനസ്സിലാക്കുക. 60 ഫാമിലീസിന്റെ ഡാറ്റയാണ് ഈ എക്സ് ആയിട്ട് തന്നിട്ടുള്ളത്. അവരുടെ വീക്ക്ലി ഇൻകം ആണ്. വീക്ക്ലി ഇൻകത്തിന് എന്ത് ചെയ്തിരിക്കുകയാണ്, വീക്ക്ലി ഇൻകത്തിന് 10 കാറ്റഗറീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. അതുപോലെ അവരുടെ വീക്ക്ലി എക്സ്പെൻഡിച്ചർ ആണ് തന്നിട്ടുള്ളത്. ഓരോ ദിവസം, ഓരോ ആഴ്ചയിൽ ഓരോ ദിവസം അവർ സ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്.
ആ ഒരു ടോട്ടൽ ആ വീക്കിൽ സ്പെൻഡ് ചെയ്ത എമൗണ്ട് ആണ് തന്നിട്ടുള്ളത്. അത് ആവറേജ് എത്രയാണെന്നുള്ളതാണ് അതിന് താഴെ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഡാറ്റ ഉപയോഗിച്ചിട്ട് നമ്മൾ സ്റ്റഡി നടത്തുമ്പോൾ നമുക്കറിയാം എക്സ് ആയിട്ട് എന്താണ് എക്സിൽ വാല്യൂസ് 800, 1000, 1200 എന്നൊക്കെയാണ്. പിന്നെ ഈ വാല്യൂസ് നമ്മൾ എക്സ് ആയിട്ടും വൈ ആയിട്ടും ഞാനിത് വരയ്ക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ ഉണ്ടാവുക. എക്സ് വേരിയബിൾ എക്സിൻ്റെ വാല്യൂസ് നമ്മൾ എക്സ് ആക്സിലും വൈ വാല്യൂസ് വൈ ആക്സിലായിട്ട് കൊടുക്കുന്നു. അങ്ങനെ ഓരോ ആളുകളുടെയും 800 വീക്കിലി ഇൻകം ഉള്ള ഫാമിലീസിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം ഓരോ പോയിന്റുകളായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ഓരോ പോയിന്റുകളും. അതുപോലെ 1000ൻ്റെത് ഇങ്ങനെ എന്ത് ചെയ്യുന്നു, നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിൽ തന്നെ ആവറേജ് വരുന്നത് നമ്മൾ സെൻറ്ററിൽ ബോൾഡായിട്ട് കണ്ടോ, ഇതിൽ ബോൾഡായിട്ട് ബ്ലാക്കിങ് കൊണ്ട് മാർക്ക് ചെയ്തിട്ടുള്ളത് ആവറേജ് വീക്കിലി ഇൻകം ആണ്. ഫസ്റ്റ് 800ലുള്ള ആവറേജ് വീക്കിലി ഇൻകം ആണ് ഇവിടെ ബോൾഡായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഗ്രാഫ് നമുക്ക് തന്ന ഡാറ്റ ഉപയോഗിച്ച് വരച്ച ഗ്രാഫാണ് ഈ വരച്ചിട്ടുള്ള ഗ്രാഫ്. അപ്പോൾ ആ ഗ്രാഫ് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? ആ ഗ്രാഫ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്? അതായത് വീക്കിലി ഇൻകം കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, അവരുടെ വീക്കിലി എക്സ്പെൻഡിച്ചറിലും എന്ത് വരുന്നുണ്ട്, ഇൻക്രീസ് ഉണ്ടാവുന്നുണ്ട്. വീക്കിലി ഇൻകത്തിൽ ഇൻക്രീസ് ഉണ്ടാവുന്നതിനനുസരിച്ച് അവരുടെ വീക്കിലി എക്സ്പെൻഡിച്ചറിലും ഇൻക്രീസ് ഉണ്ടാവുന്നുണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യുന്നു, മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഈ മനസ്സിലാവുമ്പോൾ തന്നെ ഇവിടെ നോക്കിയേ, അവരുടെ ഇതിൽ ഒരു പെർട്ടിക്കുലർ കണ്ടീഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മളോടുള്ള ചോദ്യം വരികയാണ് ഇങ്ങനെ, വീക്കിലി ഇൻകം 800 റുപ്പീസ് ഉള്ള ആളുകളുടെ മീൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 650 ആണ്. മീൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 650 ആണ്. അതായത് നമ്മൾ ആ 650 നേരെ ആയിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഈ ഫസ്റ്റ് 800ലുള്ള ഈ ഡോട്ട്, ഡാർക്ക് ആയിട്ടുള്ള ഡോട്ട് എവിടെയായിരിക്കും വന്നിട്ടുണ്ടാവുക, 650യിലാണ് ഉണ്ടാവുക. അതുപോലെ 1000ലുള്ള ഡാർക്ക് ആയിട്ടുള്ള ഡോട്ട് അവരുടെ മീൻ വാല്യൂലാണ് എന്ത് ചെയ്തിട്ടുണ്ടാവുക, വന്നിട്ടുണ്ടാവുക. അങ്ങനെ നമുക്കപ്പോൾ 800ൻ്റെ മീൻ കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ 650 ആണെന്ന് നമുക്കറിയാം. അതുപോലെ 2000 ആണെങ്കിൽ അവരുടെ മീൻ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ 1370. അതായത് അവരുടെ ആ വീക്കിലുള്ള മൊത്തം എക്സ്പെൻഡിച്ചറിനെ എത്ര ദിവസം അവർ സ്പെൻഡ് ചെയ്തു അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് 1370 ആണ്. അപ്പോൾ നോക്കിയേ, ഈ 10 വാല്യൂസിനും 10 എന്തുണ്ട്, സബ് ഗ്രൂപ്പുകൾ ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ വാല്യൂസ് ഒക്കെ കിട്ടിയിരിക്കുന്നത് ആര് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, വൈനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അല്ലേ, സോറി എക്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വൈയിൽ എന്ത് വരുന്നത്, വാല്യൂസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വൈനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഈ വാല്യൂസ് വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ കിട്ടിയിട്ടുള്ള വാല്യൂസ് ഒക്കെ കണ്ടീഷണൽ എക്സ്പെക്റ്റഡ് വാല്യൂസ് ആണ്. കണ്ടീഷണൽ എക്സ്പെക്റ്റഡ് വാല്യൂസ് and they depends on the given values of conditioning variable എക്സിന് അനുസരിച്ചാണ് എന്ത്, വൈൻ്റെ എക്സ്പെക്റ്റഡ് വാല്യൂസ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണം. അതിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ y given x. ഓക്കെ, അതിനെ നമ്മൾ വായിക്കാന്ന് വെച്ചാൽ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് y given വാല്യൂ ഓഫ് x. എക്സിന്റെ ഒരു വാല്യൂ തന്നാൽ അവിടെ എക്സ്പെക്ട് ചെയ്യാവുന്ന വൈൻ്റെ വാല്യൂ എത്ര എന്നുള്ളതാണ് അവിടെ എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത്. അപ്പോൾ കണ്ടീഷണൽ വാല്യൂ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സിന്റെ വാല്യൂ 800 ആവുമ്പോൾ അവരുടെ എന്താണ്, വീക്കിലി കൺസംഷൻ എത്രയാണ് എന്നാണ്. ഇനി എക്സിന്റെ വാല്യൂ 1000 ആവുമ്പം അവരുടെ വീക്കിലി കൺസംഷൻ എത്രയാണ്, എക്സിന്റെ വാല്യൂ 1200 ആവുമ്പോൾ അവരുടെ വീക്കിലി കൺസംഷൻ എത്രയാണ്. ഈ ഡാറ്റ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. ഇനി ഈ കണ്ടീഷനിങ് ഇല്ലാണ്ടാണെങ്കിലോ നമ്മൾ ചിന്തിച്ചു നോക്കുക. കണ്ടീഷനിങ് ഇല്ലാണ്ട് ചിന്തിക്കുമ്പോൾ ആകെ അവരുടെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്, സോറി കൺസംഷൻ അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ 72,720 ആണ്. ആ 60 ഫാമിലീസിന്റെ ആകെ കൺസംഷൻ എന്ന് പറയുന്നത് 72,720 ആണ്. അപ്പൊ ഇവിടെ ഒരു കണ്ടീഷനും ഇല്ല, ഈ അവരുടെ ഇൻകത്തിന്റെ ഒരു കണ്ടീഷനും നമ്മൾ നോക്കുന്നില്ല, അവരുടെ എക്സ്പെൻഡിച്ചറിനെ കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിക്കണുള്ളൂ എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ 60 ഫാമിലീസിന്റെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആവറേജ് ഓരോരുത്തരുടെയും എക്സ്പെൻഡിച്ചർ എത്ര കിട്ടുക, 1212 ആണ്. കാരണം 72,720 ആണ് അവരുടെ ആകെ എക്സ്പെൻഡിച്ചർ. അതിനെ 16 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു എന്ന് വിചാരിക്കുക.
അപ്പം ആ വീക്കിലി കൺസംഷൻ 16 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഓരോ ഫാമിലിന്റെയും എന്ത് ആവറേജ് വീക്കിലി കൺസംഷൻ എന്ന് പറയുന്നത് 1212 ആണ് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. അപ്പൊ അതവിടെ എന്ത് ചെയ്തില്ല, അൺകണ്ടീഷണൽ ആണ്. അവിടെ എക്സ്പെക്ടഡ് വീക്കിലി വാല്യൂ ഡയറക്റ്റ് കണ്ടുപിടിച്ചാണ് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് എന്താണ് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് കൺസംഷൻ. ഒരു ഫാമിലിന്റെ എക്സ്പെക്ടഡ് കൺസംഷൻ എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവിടെ 1212 ആണ്. നേരെ മറിച്ച് അപ്പൊ എന്തിനുള്ള ഉത്തരാവും അത് നമ്മളോട് ഇപ്പൊ ഇങ്ങനെ ചോദിക്കുകയാണ്, ഇപ്പം വാട്ട് ഈസ് ദ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് വീക്ക്ലി കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഓഫ് ഫാമിലി. ഒരു ഫാമിലിന്റെ വീക്ക്ലി കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആവറേജ് എത്രയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ 1212 എന്ന് പറഞ്ഞാൽ മതി, മറുപടി പറഞ്ഞാൽ മതി. പക്ഷേ നമ്മളോട് ചോദിക്കുന്നത് ഇങ്ങനെയാണെന്ന് വിചാരിക്കാം, വാട്ട് ഈസ് ദ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് വീക്ക്ലി കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഓഫ് എ ഫാമിലി whose monthly income is 1400. എത്രയാണ് ഒരു ഫാമിലിന്റെ എക്സ്പെക്ടഡ് കൺസംഷൻ എന്ന് പറയുന്നത്. അവരുടെ മന്ത്ലി ഇൻകം 1400 ആകുമ്പോൾ അവരുടെ കൺസംഷൻ എത്രയാണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആൻസർ പറയേണ്ടത് എന്താണ്, 1010 ആണ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടീഷണൽ മീൻ ഉപയോഗിച്ച് പറഞ്ഞതാണ്. അതായത് നമ്മുടെ നേരത്തെ തന്നിട്ടുള്ള ഗ്രാഫ് ഉണ്ടാവും, അതിൽ 1010 അല്ലേ, 1010 ആ 1010 ആ ഗ്രാഫിൽ 1010 എവിടെയാണോ കിടക്കുന്നത്, ഇവിടെ 1010 എവിടെയാണോ കിടക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നമ്മൾ എന്ത് ചെയ്യാണ്, സോറി 1010 അല്ല, ചോദ്യം ഏതായിരുന്നു, 1400 ആണ്. അപ്പോൾ 1400 എന്ന് പറഞ്ഞ ഇതില് ഇതാ ഇവിടെ 1400 എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ ഉണ്ടാവും. അതിന്റെ മീൻ വാല്യൂ അതാണ് 1010 ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ ഡാർക്ക് ചെയ്ത പോയിന്റ് 1010 ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അങ്ങനെയാണ് അത് കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടാണ് അവിടെ എന്ത് വന്നത്, മറുപടി വന്നത്. നമ്മളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് വീക്ക്ലി കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഓഫ് എ ഫാമിലി എന്ന് ചോദിച്ചാൽ അത് 1212 ആണ്. പക്ഷെ പല ഫാമിലീസിന്റെയും വളരെ താഴെയാണ്, 650 വരെ വരുന്നുണ്ട്, വളരെ കൂടുതലുള്ളവരും ഉണ്ട്. അപ്പൊ അത് മൊത്തം ഡാറ്റനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് ഇവിടെ നോക്കിയേ, വാട്ട് ഈസ് ദ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് വീക്ക്ലി കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഓഫ് ഫാമിലി ഹൂസ് മന്ത്ലി ഇൻകം ഈസ് 1400. അങ്ങനെ ചോദിക്കുമ്പോൾ കുറെ കൂടി എന്ത് ചെയ്തു, ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടി. അപ്പൊ നമ്മള് കണ്ടീഷണൽ എക്സ്പെക്ടഡ് വാല്യൂ യൂസ് ചെയ്യുമ്പം കുറച്ചുകൂടി ആക്യുറസി എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ കണ്ടീഷണൽ മീൻ ഓഫ് y against various x values, കണ്ടീഷണൽ മീൻ ഓഫ് y against various x values യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ആൻസർ ഇപ്പൊ എന്ത് ചെയ്തത്, പറഞ്ഞത്. അപ്പൊ ആ പോയിന്റുകൾ എന്ത്, കണ്ടീഷണൽ മീൻ വാല്യൂസ് ഓഫ് യുടെ കണ്ടീഷണൽ മീൻ വാല്യൂസ് ഓഫ് എല്ലാ വൈകളുടെയും കണ്ടീഷണൽ മീൻ വാല്യൂസ് നമ്മൾ ജോയിൻ ചെയ്താൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക, ഒരു ലൈൻ കിട്ടും. ആ ലൈനിനെ, ആ സ്ട്രെയിറ്റ് ലൈനിനെ നമ്മൾ എന്ത് വിളിക്കും, പോപ്പുലേഷൻ റിഗ്രഷൻ ലൈൻ. അതിനെയാണ് പോപ്പുലേഷൻ റിഗ്രഷൻ ലൈൻ അല്ലെങ്കിൽ PRL എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നു. ഈ പോപ്പുലേഷൻ റിഗ്രഷൻ ലൈൻ തന്നെയാണ് നമ്മൾ പോപ്പുലേഷൻ റിഗ്രഷൻ കർവ് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ റിഗ്രഷൻ ലൈൻ ഓഫ് y on x എന്ന് സിംപ്ലി അങ്ങനെയും വിളിക്കാം. അതായത് പോപ്പുലേഷൻ റിഗ്രഷൻ ലൈൻ എന്ന് വിളിക്കാം, പോപ്പുലേഷൻ റിഗ്രഷൻ കർവ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് റിഗ്രഷൻ ലൈൻ ഓഫ് y on x എന്ന് വിളിക്കാം. ഈ പോപ്പുലേഷൻ എന്ന് പറയുന്ന വാല്യൂ വന്നിട്ടുള്ളത് ഇവിടെ നമ്മളൊരു 60 ഫാമിലീസിന്റെ ഒരു പോപ്പുലേഷൻ എടുത്തിട്ടാണ് സ്റ്റഡി നടത്തുന്നത്. അപ്പൊ ആ പോപ്പുലേഷനെ കുറിച്ചാണ് പഠിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ആ ടേം അവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, വന്നിട്ടുള്ളത്. അപ്പം ആ ഒരു പോപ്പുലേഷനെ കുറിച്ചുള്ള സ്റ്റഡി എന്നുള്ളത് കൊണ്ടാണ് പോപ്പുലേഷൻ റിഗ്രഷൻ ലൈൻ എന്ന് പറയുന്നത്. പക്ഷെ നേരെ മറിച്ച് പല എക്സാമ്പിളുകളിലും ആ പോപ്പുലേഷൻ വരില്ല, നമ്മൾ എന്ത് ഉണ്ടാവുള്ളൂ, നമുക്ക് തരുന്ന ഒരു സാമ്പിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ പോപ്പുലേഷൻ റിഗ്രഷൻ ലൈൻ ഉണ്ടാക്കുക അല്ലെങ്കിൽ അതിനെ കുറിച്ച് സ്റ്റഡി നടത്തുന്നത്. അപ്പൊ നമ്മളിവിടെ ഇവിടെ കണ്ട കാര്യം, ഈ പോയിന്റുകൾ ജോയിൻ ചെയ്താൽ ഉണ്ടാവുന്ന ലൈനെയാണ് നമ്മൾ പോപ്പുലേഷൻ റിഗ്രഷൻ ലൈൻ. അതായത് ഏത് വാല്യൂസ്, കണ്ടീഷണൽ വാല്യൂസിന്റെ ലൈൻസ് ജോയിൻ ചെയ്തു. ഇവിടെ നോക്കുകയാണെങ്കിൽ, ഇതിൽ നോക്കുകയാണെങ്കിൽ എക്സ്പെക്റ്റഡ് കണ്ടീഷണൽ വാല്യൂ ഓഫ് y, ഇതും കണ്ടീഷണൽ വാല്യൂ ഓഫ് y when x is equal to 1000, കണ്ടീഷണൽ വാല്യൂ ഓഫ് y when x is equal to 1200 എന്ന് പറഞ്ഞാൽ ഈ ലൈനുകൾ ഇതെല്ലാം കൂടി ജോയിൻ ചെയ്ത് കിട്ടുന്ന ലൈനെയാണ് എന്ത് വിളിക്കുന്നത് നമ്മൾ, പോപ്പുലേഷൻ റിഗ്രഷൻ
ലൈൻ എന്ന് വിളിക്കുന്നത്. പോപ്പുലേഷൻ റിഗ്രഷൻ ലൈൻ എന്ന് വിളിക്കുന്നത് ഈ ലൈനെയാണ്. വേണമെങ്കിൽ പോപ്പുലേഷൻ റിഗ്രഷൻ കർവ് എന്ന് വിളിക്കാം. അല്ലെങ്കിലോ റിഗ്രഷൻ ലൈൻ ഓഫ് y on x, റിഗ്രഷൻ ലൈൻ ഓഫ് y on x, x ബേസ് ചെയ്തിട്ട് y യുടെ എന്ത് റിഗ്രഷൻ ലൈൻ എന്ന് വേണമെങ്കിലും അതിനെ വിളിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പോപ്പുലേഷൻ റിഗ്രഷൻ ലൈൻ ഡിസ്കസ് ചെയ്തു. എന്താണ് എക്സ്പെക്റ്റഡ് വാല്യൂസ് ഓഫ് കണ്ടീഷണൽ മീൻസ് ഓഫ് ഡിപെൻഡന്റ് വേരിയബിൾ. ഏത് വേരിയബിളിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണോ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ വാല്യൂ ഏത് വാല്യൂവിന് ഡിപ്പെൻഡ് ചെയ്ത്, അതായത് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഏതാണോ അതിന്റെ ആവറേജ് വാല്യൂസ്, എക്സ്പെക്റ്റഡ് വാല്യൂസ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈനിനെയാണ് നമ്മൾ പോപ്പുലേഷൻ റിഗ്രഷൻ ലൈൻ എന്ന് വിളിക്കുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ 800 ആണെങ്കിൽ 800ൽ വരുന്ന വാല്യൂസ് ഒക്കെ ഉണ്ടായിരിക്കും. ആ 800ൽ വരുന്ന വാല്യൂസിന്റെ ഒക്കെ ആവറേജിൽ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പോയിന്റിലേക്ക് വരും. അതുപോലെ 1400 എന്ന് പറഞ്ഞ പോയിന്റ് വാല്യൂവിൽ വരുന്ന വൈന്റെ വാല്യൂസിന്റെ ഒക്കെ ആവറേജ് എടുക്കുന്നു, ആ ഒരു പോയിന്റ്. അതുപോലെ 1200 എന്ന് പറഞ്ഞാൽ ഇതിൽ വരുന്ന എല്ലാ വാല്യൂസിന്റെയും കൂടി ആവറേജ് എടുക്കുന്നു, അതാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതെല്ലാം കൂടി ജോയിൻ ചെയ്തൊരു ലൈൻ വരയ്ക്കാം. അതാണ് പോപ്പുലേഷൻ റിഗ്രഷൻ ലൈൻ. അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് റിഗ്രഷൻ ലൈൻ ഓഫ് y on x. ഇവിടെ രണ്ട് വേരിയബിൾ മാത്രമേ ഉള്ളൂ, എക്സ് വൈ എന്ന് പറഞ്ഞ രണ്ട് വേരിയബിൾ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നമ്മൾ രണ്ട് വേരിയബിൾ ആകുമ്പോൾ അതിൽ ഒന്ന് ഡിപ്പെൻഡന്റ് വേരിയബിളും ഒന്ന് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. കൂടുതൽ വേരിയബിൾ ഉള്ളതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇപ്പൊ തൽക്കാലം രണ്ടെണ്ണത്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്കൊരു ലൈനാണ് കിട്ടിയത് അല്ലെ, അതിനെയാണ് പോപ്പുലേഷൻ റിഗ്രഷൻ ലൈൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ എന്ന് നോക്കാം. ഇപ്പൊ നമ്മൾ ഒരു പോപ്പുലേഷൻ റിഗ്രഷൻ ലൈൻ കിട്ടി, അതായത് കണ്ടീഷണൽ വാല്യൂസ് ഓഫ് y ജോയിൻ ചെയ്തുകൊണ്ട് നമ്മൾ വരച്ച ലൈനെയാണ് പോപ്പുലേഷൻ റിഗ്രഷൻ ലൈൻ. ഇനി പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ. പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നത്തെ എക്സാമ്പിളിൽ നമ്മൾ കണ്ടു. ഇപ്പം ഈ കണ്ടീഷണൽ മീൻ അഥവാ എക്സ്പെക്ടേഷൻ ഓഫ് y ഗിവൺ x എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആയിരിക്കും, അതായത് ഒരു ഇക്വേഷൻ ആയിരിക്കും. ആ ഇക്വേഷനിൽ എക്സിന്റെ വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് വൈക്ക് ഓരോരോ വാല്യൂ കിട്ടും അല്ലെ, അതല്ലേ സംഭവിക്കണേ. ഇപ്പൊ തൊട്ട് മുന്നത്തെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ നോക്കിയാൽ മതി. എക്സിന്റെ വാല്യൂ 800 ആകുമ്പോൾ വൈന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും, 650 കിട്ടും. എക്സിന്റെ വാല്യൂ 800 ആകുമ്പോൾ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് y എത്രയാണ്, 650 ആണ്. ഇനി എക്സിന്റെ വാല്യൂ 1400 ആകുമ്പോൾ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് y when x is equal to 1400 നമുക്ക് എത്ര കിട്ടുന്നത്, 1010 ആയിരിക്കും. ഇനി എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് y when x is equal to 2200, എക്സിന്റെ വാല്യൂ 2200 ആകുമ്പോൾ നമുക്ക് yന്റെ വാല്യൂ എത്ര കിട്ടുക, 1400 ആണ് കിട്ടുക. അങ്ങനെ നമുക്ക് വാല്യൂസ് കിട്ടുന്നു. അപ്പൊ എപ്പോഴും ഈ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് y അല്ലെങ്കിൽ കണ്ടീഷണൽ മീൻ എക്സ്പെക്ടേഷൻ ഓഫ് y ഗിവൺ x എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആയിരിക്കും. ആ ഫംഗ്ഷനിൽ എക്സ് എന്ന് പറയുന്ന ടേം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, അതിൽ y എന്ന് പറഞ്ഞ ടേം ഉണ്ടാവില്ല. അതായത് എക്സ്പെക്ടേഷൻ ഓഫ് y ഗിവൺ x എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ഓഫ് x ആയിരിക്കും. എക്സിന്റെ ടേം ഉള്ള ഒരു ഫംഗ്ഷൻ, അതിൽ എക്സിന് പകരം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് y ഗിവൺ x കിട്ടുന്നത്. എക്സ്പെക്ടേഷൻ ഓഫ് y ഗിവൺ x കിട്ടുന്നത് എപ്പോഴാണ്, ഈ എക്സിന് പകരം ആദ്യം 1000, 1200, 1300, 2200 എന്നൊക്കെ പറഞ്ഞ് എക്സിന് പകരം വാല്യൂസ് കൊടുക്കുമ്പോൾ വൈക്ക് ഓരോ വാല്യൂ നമുക്ക് കിട്ടും. അതായത് അത് എക്സ് മാത്രമല്ല, എക്സ് ഉള്ള ഒരു ടേം ആയിരിക്കും, ഒരു ഫംഗ്ഷൻ ആയിരിക്കും. ആ ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ എന്ന് വിളിക്കുക. ആ ഫംഗ്ഷനെയാണ് നമുക്ക് എന്ത് വിളിക്കുക, പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ. ചുരുക്കി പറയുകയാണെങ്കിൽ ഈ വരച്ച ലൈൻ ഉണ്ടാവുമല്ലോ, പോപ്പുലേഷൻ റിഗ്രഷൻ ലൈൻ ഉണ്ടല്ലോ, ആ പോപ്പുലേഷൻ റിഗ്രഷൻ ലൈനിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആയിരിക്കും എന്ത്, പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നു. പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ. അതിനെ നമ്മൾ സിമ്പിൾ ആയിട്ട് റിഗ്രഷൻ ഫംഗ്ഷൻ പോപ്പുലേഷൻ റിഗ്രഷൻ എന്ന് വിളിക്കാം. ഓക്കെ, അതിനെ പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷന് പോപ്പുലേഷൻ റിഗ്രഷൻ എന്ന് വേണമെങ്കിലും നമ്മൾ വിളിക്കാറുണ്ട്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ,
പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് y given x എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? y യുടെ വാല്യൂ കാണുക. ഇപ്പം x ന്റെ വാല്യൂ ഇത്രയാവുമ്പോൾ x ഇന്ന വാല്യൂ ആവുമ്പോൾ y എത്ര എന്നുള്ള ചോദ്യം അതിനുള്ള ആൻസർ കണ്ടുപിടിക്കുന്ന ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇക്വേഷനെയാണ് നമ്മൾ പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത് അതിനെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഇപ്പൊ കണ്ട റിലേഷൻഷിപ്പിന് നമ്മൾ ഒരു പോപ്പുലേഷൻ റിലേഷൻ ഫംഗ്ഷൻ എന്ത് ചെയ്യാണ് ഉണ്ടാക്കാൻ പോവാണ്. പോപ്പുലേഷൻ റിലേഷൻ ഫംഗ്ഷൻ പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ ഉണ്ടാക്കാൻ പോവാം. അപ്പൊ നമ്മൾ അത് ഉണ്ടാക്കുമ്പോൾ ഒരു തിയറി ഉണ്ടല്ലോ, നമ്മളെ ഒരു എക്കണോമിസ്റ്റ് പ്രപ്പോസ് ചെയ്യുന്ന ഒരു തിയറി ഉണ്ട്. കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഈസ് ലീനിയർലി റിലേറ്റഡ് ടു ഇൻകം. കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ലീനിയർലി റിലേറ്റഡ് ടു ഇൻകം ആണ്. അതായത് ഇൻകം കൂടുന്നതിനനുസരിച്ച് കൺസംഷൻ എക്സ്പെൻഡിച്ചർ അതേപോലെ എന്ത് ചെയ്യുന്നു, വർദ്ധിക്കുന്നു എന്ന് പറയുന്ന ഒരു തിയറി. അപ്പം കൺസംഷൻ എക്സ്പെൻഡിച്ചറും അതുപോലെ ഇൻകവും തമ്മിൽ ഒരു ലീനിയർ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ അതിന് വേണ്ട ആ പറയുന്ന തിയറിക്ക് അല്ലെങ്കിൽ ആ പറയുന്ന റിലേഷന് വേണ്ട ഒരു പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ ഉണ്ടാക്കുന്നു. പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് y given x. എക്സ്പെക്ടേഷൻ ഓഫ് y given x നെയാണ് പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ എന്ന് വിളിക്കുക. അത് ഒരു ലീനിയർ റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, β1 + β2 x എന്ന് കൊടുക്കുന്നു. β1 + β2 x. അപ്പൊ ഇതായിരിക്കും നമ്മൾ ഇപ്പൊ പറഞ്ഞ ആ തിയറിക്ക് അനുസരിച്ച് നമ്മളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലാണ് ഉണ്ടാവുക. അതായത് അവിടെ β1 β2 അൺനോൺ വാല്യൂസ് ആണ്. β1 β2 അൺനോൺ വാല്യൂസ് ആണ്. അല്ലെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും, റിഗ്രഷൻ കോയിഫിഷ്യന്റ് എന്ന് വിളിക്കാറുണ്ട്. അതിനെയാണ് ആ പാരാമീറ്റേഴ്സ് β1 β2 നമ്മൾ പാരാമീറ്റേഴ്സ് എന്ന് വിളിക്കുക. ഇവിടെ x എന്ന് പറഞ്ഞ വേരിയബിൾ ആണ്. β1 β2 ആണ് ഇതിലെ പാരാമീറ്റേഴ്സ്. ഈ β1 β2 എന്ന് പറയുന്ന പാരാമീറ്റേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, റിഗ്രഷൻ കോയിഫിഷ്യൻസ്. റിഗ്രഷൻ കോയിഫിഷ്യൻസ് β1 and β2. ആ റിഗ്രഷൻ കോയിഫിഷ്യന്റിനെ വേണമെങ്കിൽ ഇന്റർസെപ്റ്റ് ആൻഡ് സ്ലോപ്പ് കോയിഫിഷ്യന്റ് എന്ന് വിളിക്കാറുണ്ട്. അതായത് β1 β2 ഇന്റർസെപ്റ്റ് ആൻഡ് സ്ലോപ്പ് കോയിഫിഷ്യന്റ്. β1 x ഇന്റർസെപ്റ്റ് എന്നും β2 സ്ലോപ്പ് കോയിഫിഷ്യന്റ് എന്നും വിളിക്കാറുണ്ട്. അപ്പം β1 β2 എന്ന് പറഞ്ഞ പാരാമീറ്റേഴ്സ് ആണ്. അതായത് β1 β2 ഒരു വാല്യൂ ഉണ്ടാവും. അതിനനുസരിച്ചാണ് ഇക്വേഷൻ ഉണ്ടാവും. ഉദാഹരണം പറയുകയാണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് y given x എന്ന് പറയുമ്പം നമ്മൾ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം 0.5 plus 0.5 plus 1.2 x ഇങ്ങനെ ഒരു ഇക്വേഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കി. അതായത് β1 β2 കണ്ടിട്ട് ഇങ്ങനെ ഇക്വേഷൻ ആയി. അതായത് എക്സിന് പകരം വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് y എന്ത് ചെയ്യും, കിട്ടും. എക്സ്പെക്ടേഷൻ ഓഫ് y when x is equal to 1000 എന്ന് പറയുമ്പോൾ എക്സ്പെക്ടേഷൻ y-ന്റെ വാല്യൂ കാണാൻ എന്ത് ചെയ്താൽ മതി, എക്സിന് പകരം 1000 കൊടുത്താൽ മതി. എക്സ്പെക്ടേഷൻ ഓഫ് y when x is equal to 2000 എന്ന് പറയുമ്പോൾ എന്ത് കൊടുത്താൽ മതി, ഈ ഇക്വേഷനിൽ എക്സിന് പകരം എന്ത് കൊടുത്താൽ മതി, 2000 കൊടുത്താൽ മതി. എക്സ്പെക്ടേഷൻ ഓഫ് y when x is equal to 100 എന്ന് പറയുമ്പോൾ എക്സിന് പകരം എന്ത് ചെയ്താൽ മതി, 100 കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പം ഈ ആദ്യം ആരെ കണ്ടുപിടിക്കുക വേണ്ടത്, ഈ പറയുന്ന പാരാമീറ്റേഴ്സിനെ കണ്ടുപിടിച്ചാൽ നമുക്കതൊരു എന്തായിരിക്കും, പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കാൻ പറ്റും. ഇനി ഈ പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പോൾ ഈ പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് വേണമെങ്കിൽ റിഗ്രഷൻ ഇക്വേഷൻ എന്നോ റിഗ്രഷൻ മോഡൽ എന്നോ ഒക്കെ എന്ത് ചെയ്യാം, വിളിക്കാം. ഈ പറഞ്ഞിരുന്ന ഈ ഇക്വേഷനെയാണ് റിഗ്രഷൻ ഇക്വേഷൻ എന്നോ റിഗ്രഷൻ മോഡൽ എന്നോ, അതായത് ഈ പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷനെ നമുക്ക് വേണമെങ്കിൽ റിഗ്രഷൻ ഇക്വേഷനോ റിഗ്രഷൻ മോഡലിനോ ഒക്കെ എന്ത് ചെയ്യാം, വിളിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ലീനിയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, ലീനിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം എന്താണ്, ഡിഗ്രി 1 ആയിട്ടുള്ള ഇക്വേഷൻസിനെയാണ് നമ്മൾ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻസിനെയാണ് നമ്മൾ ലീനിയർ എന്ന് വിളിക്കാറ്.
അപ്പൊ ഇവിടെ ലീനിയർ എന്ന് വിളിക്കുന്നത് എപ്പോഴാണെന്ന് നോക്കുമ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഇക്വേഷൻ നോക്കിയേ, ഈ പറഞ്ഞ ഇക്വേഷനിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് എന്താണ്, x എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ട് അല്ലെ, x എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ട്. പിന്നെയോ β1 β2 എന്ന് പറഞ്ഞ രണ്ട് പാരാമീറ്റേഴ്സും ഉണ്ട്. x എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ട്, β1 β2 എന്ന് പറയുന്ന പാരാമീറ്റേഴ്സും ഉണ്ട്. അപ്പൊ ഈ പറയുന്ന ഈ ഫംഗ്ഷന് ലീനിയർ ആണ് എന്ന് പറയുന്നത് എപ്പോഴാണ് എന്നാണ് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോണേ, നോക്കണേ. അപ്പൊ ലീനിയർ എന്ന് പറയുന്നതും രണ്ട് തരത്തിലായിരിക്കും. ഒന്ന് ലീനിയാരിറ്റി ഇൻ വേരിയബിൾസ് ബേസ് ചെയ്തിട്ട് അത് ലീനിയർ ആണെന്ന് പറയാം. അല്ലെങ്കിലോ പാരാമീറ്റേഴ്സ് ബേസ് ചെയ്തിട്ട് അത് ലീനിയർ ആണെന്ന് പറയാം. നമ്മൾ പറഞ്ഞു ഇതിൽ പാരാമീറ്റേഴ്സ് β1 β2 എന്ന് പറഞ്ഞ രണ്ട് പാരാമീറ്റേഴ്സും x എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട് എന്ന് പറയാം. അപ്പൊ വേരിയബിൾ ബേസ് ചെയ്തിട്ട് അതിനെ എന്ത് പറയാം, നമുക്ക് ലീനിയർ ആണെന്ന് പറയാം. പാരാമീറ്റേഴ്സ് ബേസ് ചെയ്തിട്ട് ലീനിയർ ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ ലീനിയാരിറ്റി ഇൻ ദ വേരിയബിൾ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, അതിന്റെ വേരിയബിളിന്റെ ഡിഗ്രി എന്തായിരിക്കണം, 1 ആയിരിക്കണം. വേരിയബിളിന്റെ ഡിഗ്രി 1 ആണെങ്കിൽ അത് ലീനിയാരിറ്റി ഇൻ വേരിയബിൾ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ നോക്കിയ എക്സ്പെക്ടേഷൻ ഓഫ് y given x is equal to β1 plus β2 xi square. x എന്ന് പറഞ്ഞ വേരിയബിളിന്റെ ഡിഗ്രി അവിടെ 1 അല്ല 2 ആണ്. അപ്പൊ അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ലീനിയർ ആണെന്ന് പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് എ നോൺ ലീനിയർ ഫംഗ്ഷൻ. എന്താണ്, അതൊരു നോൺ ലീനിയർ ഫംഗ്ഷൻ അക്കോർഡിംഗ് ടു ദ വേരിയബിൾസ് ബേസ് ചെയ്യുമ്പോൾ അതെന്താണ്, ഇറ്റ് ഈസ് നോട്ട് എ ലീനിയർ ഫംഗ്ഷൻ. അത് ലീനിയർ അല്ല. അതിന്റെ പവർ എത്രയാ വന്നത്, 2 ആണ്. ഇനി നേരെ തിരിച്ച് ലീനിയാരിറ്റി ഇൻ ദ പാരാമീറ്റേഴ്സ് വെച്ചിട്ട് അതിന്റെ ലീനിയാരിറ്റി നോക്കുമ്പോൾ എന്ത് നോക്കിയാൽ മതി, അതിന്റെ വേരിയബിൾ അല്ല നോക്കേണ്ടത്. ആ സമയത്ത് അതിന്റെ പാരാമീറ്റേഴ്സിന്റെ പവർ 1 ആണോ 2 ആണോ. പാരാമീറ്റേഴ്സിന്റെ പവർ 1 ആണെങ്കിൽ അതിനെന്ത് നമ്മൾ വിളിക്കും, ലീനിയർ ആണ് എന്ന് വിളിക്കും. നേരെ മറിച്ച് പാരാമീറ്ററിന്റെ പവർ 1 അല്ല 1 കൂടുതലാണെങ്കിൽ അത് നോൺ ലീനിയർ ആണ് എന്നാണ് നമ്മൾ പറയുക. അപ്പൊ നോക്കിയേ, β1 plus β2 x square, β1 plus β2 x square എന്ന് പറഞ്ഞാൽ അവിടെ β1ന്റെയും β2ന്റെയും പവർ എന്താണ്, 1 ആണ്. β1ന്റെയും β2ന്റെയും പവർ 1 ആണ്. ആരുതാണ്, x എന്ന് പറയുന്ന വേരിയബിളിന്റെ പവർ ആണ് 2. അത് നമ്മൾ നോക്കണ്ട. ആരെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ലീനിയാരിറ്റി ഇൻ ദ പാരാമീറ്റേഴ്സിലെ ലീനിയാരിറ്റി നോക്കുമ്പോൾ അതിൽ വേരിയബിളിന്റെ പവർ അല്ല നമ്മൾ നോക്കേണ്ടത്, എന്താണ്, പാരാമീറ്ററിന്റെ പവർ ആണ്. ഇവിടെ പാരാമീറ്ററിന്റെ പവർ 1 ആയതുകൊണ്ട് അതെന്താണ്, ലീനിയർ എന്ന് പറയാം. ലീനിയർ റിഗ്രഷൻ മോഡൽ ആണ്. എന്ത് കൺസിഡർ ചെയ്യുമ്പോൾ, പാരാമീറ്റർ കൺസിഡർ ചെയ്യുമ്പോൾ. നേരെ മറിച്ച് അതിവിടെ വേരിയബിൾ കൺസിഡർ ചെയ്യുമ്പോൾ അതെന്തല്ല, ലീനിയർ അല്ല എന്ന് പറയേണ്ടി വരും. ഇപ്പൊ നോക്കുക, ഇപ്പം എക്സിന്റെ വാല്യൂസ് എന്ത് ചെയ്യാണ്, 3 2 എന്തായിട്ട് ഇവിടെ 3 എന്നുള്ള എക്സാമ്പിൾ പറയുന്നത്. അപ്പൊ എക്സിന്റെ വാല്യൂ 3 ആയാൽ എന്താ സംഭവിക്കുക, എക്സിന്റെ വാല്യൂ 3 ആയിട്ടുണ്ടെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് y given x equal to 3. Expectation of y given x equal to 3 എന്താ സംഭവിക്കുക, β1 plus അല്ലേ β2 x square അല്ലേ, β2 x square എന്ന് പറയുമ്പോൾ 3 square, അതായത് 9 β2 എന്നാണ്. β1 plus 9 β2, അതായത് അവിടെ എക്സിന്റെ വാല്യൂ 3 വന്നപ്പം എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായി മാറി, 9 ആയി. അപ്പോഴും ഇതെന്ത് തന്നെയാ, നോക്കുകയാണെങ്കിൽ ലീനിയർ തന്നെയല്ലേ. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ലീനിയർ ആണ്, ലീനിയർ റിഗ്രഷൻ മോഡൽ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ലീനിയർ റിഗ്രഷൻ മോഡൽ എന്ന് പറയണമെങ്കിൽ അതിലെ പാരാമീറ്റേഴ്സിന്റെ ലീനിയാരിറ്റി ഉണ്ടായിരിക്കണം. അതായത് പാരാമീറ്റേഴ്സിന്റെ ഡിഗ്രി എന്തായിരിക്കണം, 1 ആയിരിക്കണം. പാരാമീറ്റേഴ്സിന്റെ ഡിഗ്രി 1 ആയിരിക്കണം. അപ്പൊ അതിനെ നമ്മൾ എന്ത് വിളിക്കും, ലീനിയർ റിഗ്രഷൻ മോഡൽ എന്ന് പറയാം. അങ്ങനെയാണ് താഴെ കാണുന്ന എക്സാമ്പിളുകളൊക്കെ ലീനിയർ റിഗ്രഷൻ മോഡലുകൾ തന്നെയാണ്. ലീനിയർ റിഗ്രഷൻ മോഡൽ അല്ലെങ്കിൽ മോഡൽസ് ആർ ലീനിയർ ഇൻ പാരാമീറ്റേഴ്സിൽ ലീനിയർ തന്നെയാണ്. നോക്കിയേ, എന്താണ് കാരണം, ഇതിലെ ഈ ഇക്വേഷൻ കണ്ടോ, അതിൽ β1 β2 β3 എന്ന് പറയുന്ന 3 പാരാമീറ്റേഴ്സ് ഉണ്ട്. മൂന്നിന്റെയും പവർ തന്നെയാണ് 1 തന്നെയാണ്. ഇവിടെ ആണെങ്കിലോ β1 β2 β3 β4 മൂന്നിന്റെയും പവർ തന്നെയാണ് 1 തന്നെയാണ്. ഇവിടെയും β1 β2 അതിന്റെ രണ്ടിന്റെയും പവർ എന്താണ്, 1 ആണ്. അപ്പൊ മൂന്നിന്റെയും വേരിയബിൾസിന്റെ പവർ 2ഉം 3 ഒക്കെ വരുന്നുണ്ട്. വേരിയബിൾസിന്റെ പവർ 2ഉം 3 ഒക്കെ വന്നിട്ട് പോലും അതിന് എന്ത് തന്നെയാണ് വിളിക്കുക, നമ്മള് ലീനിയർ ഇൻ പാരാമീറ്റേഴ്സ് എന്നാണ് വിളിക്കുക. അപ്പൊ പാരാമീറ്റേഴ്സ് അനുസരിച്ച് ലീനിയർ ആണോ നോക്കാൻ പാരാമീറ്ററിന്റെ
ഡിഗ്രി 1 ആയാൽ മതി. വേരിയബിൾസ് അനുസരിച്ച് ലീനിയർ ആണോ നോക്കാൻ ആ വേരിയബിളിന്റെ ഡിഗ്രി എന്താവണം? 1 ആവണം. അങ്ങനെയാണെങ്കിൽ ലീനിയർ റിഗ്രഷൻ മോഡൽ, നോൺ ലീനിയർ റിഗ്രഷൻ മോഡൽ. എന്തിനാണ് ലീനിയർ റിഗ്രഷൻ മോഡൽ, എന്തിനാണ് നോൺ ലീനിയർ റിഗ്രഷൻ മോഡൽ എന്ന് പറയാന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. അത് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഈ ഒരു ടേബിൾ ഉള്ളത്. അതായത് മോഡൽ ലീനിയർ ഇൻ പാരാമീറ്റർ, പാരാമീറ്ററിൽ ലീനിയർ ആണെങ്കിൽ വേരിയബിളിൽ ലീനിയർ ആണെങ്കിലും അല്ലെങ്കിലും അതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ലീനിയർ റിഗ്രഷൻ മോഡൽ എന്നാണ് വിളിക്കുന്നത്. അതായത് ഇത്ര മാത്രം നോക്കിയാൽ മതി. പാരാമീറ്ററിൽ ലീനിയർ ആണോ? പാരാമീറ്ററിൽ ലീനിയർ ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ലീനിയർ റിഗ്രഷൻ മോഡൽ, LRM. പാരാമീറ്ററിൽ ലീനിയർ ആയിട്ട് വേരിയബിളിൽ ലീനിയറോ നോൺ ലീനിയറോ ആയിക്കോട്ടെ, വേരിയബിളിന്റെ പവർ 1ഓ അതിൽ 2ഓ അതിൽ കൂടുതലോ വന്നോട്ടെ, നമുക്ക് കുഴപ്പമില്ല. എന്താണ്? പാരാമീറ്ററിന്റെ ഡിഗ്രി 1 ആയാൽ, പാരാമീറ്ററിന്റെ ഡിഗ്രി 1 ആയാൽ അതിനെ ലീനിയർ റിഗ്രഷൻ മോഡൽ എന്നാണ് വിളിക്കുക. ഇനി പാരാമീറ്ററിന്റെ ഡിഗ്രി 1 അല്ലേ, 1 കൂടുതലാണോ, അങ്ങനെയാണെങ്കിൽ അതിനെ നോൺ ലീനിയർ റിഗ്രഷൻ മോഡൽ എന്നാണ് വിളിക്കുക. അപ്പം റിഗ്രഷൻ മോഡൽ ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ എന്ന് തീരുമാനിക്കുന്ന ആള് നമ്മുടെ പാരാമീറ്റർ ആണ്. പാരാമീറ്ററിന്റെ ഡിഗ്രി 1 ആണെങ്കിൽ, അല്ലെങ്കിൽ പാരാമീറ്ററിന്റെ ഡിഗ്രി 1 ആണെങ്കിൽ അതിനെ നമ്മൾ ലീനിയർ റിഗ്രഷൻ മോഡൽ എന്ന് വിളിക്കും. പാരാമീറ്ററിന്റെ ഡിഗ്രി 1 അല്ല എന്നുണ്ടെങ്കിൽ അതിനെ നോൺ ലീനിയർ റിഗ്രഷൻ മോഡൽ എന്ന് വിളിക്കും. കൺഫേം അല്ലേ? അടുത്ത ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റോക്കാസ്റ്റിക് സ്പെസിഫിക്കേഷൻ ഓഫ് പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ. പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷന്റെ സ്റ്റോക്കാസ്റ്റിക് സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ് എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പം എന്താണ്ട്, ഇവിടെ നമ്മൾ ആ ഡാറ്റയിലേക്ക് തിരിച്ചു നോക്കുകയാണെങ്കിൽ, ഡാറ്റയിലേക്ക് നിങ്ങൾ തിരിച്ചു നോക്കേണ്ട, അവിടെ കാര്യങ്ങൾ ഇവിടെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഡാറ്റയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ എക്സ്പെൻഡിച്ചറിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഇൻകത്തിനനുസരിച്ച് നമ്മുടെ കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യുന്നു? കൂടുന്നു എന്ന് നമ്മൾ കണ്ടു അല്ലേ? ഇൻകത്തിനനുസരിച്ച് കൺസംഷൻ എക്സ്പെൻഡിച്ചർ കൂടുന്നു. അപ്പോൾ എങ്ങനെ കൂടുന്നു, എന്ത് കൂടുന്നു എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? അറിയണം. അപ്പോൾ നമ്മൾ അതിൽ നോക്കുമ്പം, ആ ടേബിളിൽ നോക്കുമ്പം 1000 എക്സ്പെൻഡിച്ചർ ഉള്ള ആൾക്ക്, നമ്മളെ 1000 ഇൻകം ഉള്ള ഒരാൾക്ക് നമ്മളെ കൺസംഷൻ എക്സ്പെൻഡിച്ചർ കണ്ടത്, ആവറേജ് കണ്ടത് നമ്മുടെ ഈ പ്രോബബിലിറ്റി പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട്, പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ ഉപയോഗിച്ച് കാണുമ്പോൾ 1000 ഇൻകം ഉള്ള ഒരാളെ സംബന്ധിച്ച് അയാളെ എന്ത് കൺസംഷൻ എന്ന് പറയുന്നത് 650 ആണ് വരുന്നത്. ഓക്കെ. നേരെ മറിച്ച് 800 ഇൻകം ഉള്ള ഒരാളെ കൺസംഷൻ എത്രയാണ് വരുന്നത്? 1000 ഒറ്റ സെക്കൻഡ്. അതായത് 1000 ഇൻകം ഉള്ള ഒരാളെ ആവറേജ് കൺസംഷൻ വരുന്നത് 650 ആണ്. 1000 ഇൻകം ഉള്ള ഒരാളുടെ ആവറേജ് കൺസംഷൻ നമ്മളെ ഈ പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ പ്രകാരം 650 ആണ്. നേരെ മറിച്ച് ആ 650 എന്ന് പറയുന്നത് 800 ഇൻകം ഉള്ള ഒരാളെക്കാളും എന്താണ്? കുറവാണ്. 800 ഉള്ള ഇൻകം ഉള്ള ഒരാളുടെ കൺസംഷൻ എക്സ്പെൻഡിച്ചർ അതിനേക്കാളും താഴെ വരുന്നുണ്ട്. അപ്പം 800 ഉള്ള ഒരാൾക്ക് അതിനേക്കാൾ 800 ഇൻകം ഉള്ള ഒരാൾക്ക് അതിനേക്കാളും കൂടുതൽ വരുന്നുണ്ട്. എന്നിട്ട് പോലും നമ്മുടെ ആവറേജ് എത്രയാണ് വരുന്നത്? 650 ആണ് വരുന്നത്. അപ്പോൾ അവിടെ ഒരു വാല്യൂവിൽ എന്ത് വന്നു? ഒരു കോൺട്രഡിക്ഷൻ അവിടെ വന്നു. ഇനി അതേപോലെ തന്നെ ആവറേജ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഓഫ് 1000 ഇൻകം ഉള്ള ഒരാൾക്ക്, 1000 ഇൻകം ഉള്ള ഒരാളത് നോക്കുമ്പോൾ ഇതുപോലെ ഡാറ്റയിൽ എന്തുണ്ടാവുന്നുണ്ട്? വേറെയും കുറെ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. 800 ഇൻകം ആയിട്ട് കാണിക്കും. അപ്പം ഈ നമ്മളെ ആക്ച്വൽ ആയിട്ടുള്ളതും അതുപോലെ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷനുകളും തമ്മിൽ കാര്യമായിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്? വ്യത്യാസം വരും. ഞാനൊരു ആ ഗ്രാഫ് എടുത്തിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം. ഈ ഗ്രാഫിൽ നോക്കിയേ, 1000 ഇൻകം ഉള്ള ഒരാൾക്ക്, 1000 ഇൻകം ഉള്ള ഒരു ഫാമിലിയിൽ എന്ത് 650 എന്ത് വരുന്ന ആവറേജ് എക്സ്പെൻഡിച്ചർ ഉള്ള ആളുകളുണ്ട്. 800 എന്ത് ആവറേജ് എക്സ്പെൻഡിച്ചർ ഉള്ള ഒരു വീക്കിൽ 800 സ്പെൻഡ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവിടെ കിട്ടിയത് നോക്കിയാൽ ഇവിടെ ആവറേജ് 650 ആണ്. 800ന്റെ ആവറേജ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 650 ആണ്.
1000-ൽ 650 വരുന്ന ആളുകളുണ്ട് അല്ലേ? അപ്പോൾ ഈ വാല്യൂസ് തമ്മിലൊരു കോൺട്രഡിക്ഷൻ വരുന്നില്ലേ? അതായത് നമ്മളിപ്പോൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ തന്നെ നോക്കിയേ, ഇതാണ് നമ്മൾ വരച്ച ഗ്രാഫ് അല്ലേ? നമ്മുടെ ലൈൻ പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ലൈനാണ്. പക്ഷെ അതിന്റെ മുകളിലും എന്തുണ്ട്? വാല്യൂസ് വരുന്നുണ്ട്. അതിന്റെ താഴെ എന്തുണ്ട്? വാല്യൂസ് വരുന്നുണ്ട്. അതായത് ആക്ച്വൽ ആയിട്ടുള്ള വാല്യൂസ് ഈ കണ്ടുപിടിച്ച പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷനിൽ വരുന്ന വാല്യൂസ് ആയിട്ട്, അതായത് നമ്മൾ തിയററ്റിക്കലി നമ്മൾ കണ്ടുപിടിക്കുന്ന വാല്യൂസ് ആയിട്ട് അതിന്റെ ആക്ച്വൽ വാല്യൂസിന് കാര്യമായിട്ടുള്ള ചെറിയ വ്യത്യാസങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഉണ്ടാവുന്നുണ്ട്. അതാണ് ഈ ഗ്രാഫിലൂടെ നമുക്ക് മനസ്സിലായത്. നോക്കിയേ, ഇതാണ് നമ്മൾ വരച്ച ആ ആവറേജ് വാല്യൂസ് എല്ലാം കൂടി ജോയിൻ ചെയ്ത് നമ്മൾ വരച്ച ലൈൻ ഇങ്ങനെ നടുവിലൂടെ പോകും അല്ലേ? സെൻട്രലിലൂടെ ഇങ്ങനെ പാസ് ചെയ്യുന്ന ആ ലൈൻ ആയിരിക്കും. ആ ലൈനിന്റെ മുകളിലും വാല്യൂസ് ഉണ്ട്, താഴെയും എന്തുണ്ട്? വാല്യൂസ് ഉണ്ട്. ഇതിന്റെ മുകളിലും വാല്യൂസ് ഉണ്ട്, താഴെയും വാല്യൂസ് ഉണ്ട്. അപ്പൊ ആക്ച്വൽ വാല്യൂസ് ആണല്ലോ നമ്മൾ ഈ ഡോട്ട് ഇട്ട് വരച്ച് വെച്ചിട്ടുള്ളത്. ഡോട്ടുകളിലൂടെ നമ്മൾ വരച്ചതാണ് നമ്മൾ ആക്ച്വൽ വാല്യൂസ്. നമ്മൾ അതിന്റെ ആവറേജുകളിലൂടെ നമ്മൾ വരച്ച ലൈനാണ് നമ്മൾ തിയറിറ്റിക്കലി വരച്ചത്. അത് തമ്മിൽ എന്തുണ്ട്? വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ആ വ്യത്യാസങ്ങൾ വരുന്നതിന് കാരണം, ആ വ്യത്യാസങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? റെപ്രസെന്റ് ചെയ്യണമല്ലോ. ആ വ്യത്യാസം വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആ വ്യത്യാസങ്ങളെ നമ്മൾ റെപ്രസെന്റ് ചെയ്യണമല്ലോ. ആ റെപ്രസെന്റേഷനിലേക്കാണ് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്? പോകുന്നത്. ആ റെപ്രസെന്റേഷനിലേക്ക് പോകുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്റ്റർബൻസ് ടേം എന്ന് വിളിക്കും. ഡിസ്റ്റർബൻസ് ടേം. അപ്പം ഒറിജിനലിൽ നിന്ന് ആക്ച്വൽ വാല്യൂസിൽ നിന്ന് നമുക്ക് നമ്മുടെ വാല്യൂസ് എന്തുണ്ട്? നമ്മുടെ തിയറിറ്റിക്കൽ ഉള്ള വാല്യൂ ചെറിയ വ്യത്യാസം കാണിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ആ വ്യത്യാസം അതിനെയാണ് നമ്മൾ UI കൊണ്ട് എന്ത് ചെയ്യുന്നത്? റെപ്രസെന്റ് ചെയ്യുന്നത്. UI കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. UI എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ആക്ച്വൽ വാല്യൂസ് Yകള്, അതിന്ന് എക്സ്പെക്ടേഷൻ ഓഫ് Y ഗിവൺ Xന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള Yന്റെ വാല്യൂ നമ്മൾ തിയററ്റിക്കലി കണ്ടുപിടിക്കുന്നത്. അത് തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് നമ്മൾ ഈ UI കൊണ്ട് എന്ത് ചെയ്യുന്നത്? റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇതിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ y equal to expectation of Y given X plus UI എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. അതായത് ആക്ച്വൽ വാല്യൂസ് കിട്ടാൻ നമ്മുടെ എക്സ്പെക്റ്റഡ് Y given X നോട് U എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. ആ ചെറിയൊരു വ്യത്യാസം, ആ ഒരു എറർ ടേമിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. അപ്പൊ ആ എറർ ടേമിന് നമ്മൾ ആഡ് ചെയ്യുമ്പം അത് നമ്മൾ എക്സ്പെക്ടേഷൻ ഓഫ് Y given X plus UI എന്നാണ് കിട്ടുന്നത്. അപ്പൊ ഈ പറയുന്ന ഇക്വേഷൻ എന്താ ശരിക്കും ഇന്റർപ്രറ്റ് ചെയ്യണത്? We can say that the expenditure of an individual family given its income level can be expressed as the sum of two components. രണ്ട് കമ്പോണൻസിന്റെ സം ആയിട്ട് നമുക്ക് അതിനെ എന്ത് ചെയ്യാം? റെപ്രസെന്റ് ചെയ്യാം. ആരൊക്കെയാണ്? എക്സ്പെക്ടേഷൻ ഓഫ് Y given X ഉം UI ആണുള്ളത്. അതിൽ എക്സ്പെക്ടേഷൻ ഓഫ് Y given X which is simply the mean consumption expenditure of all families. എല്ലാ ഫാമിലികളുടെയും mean expenditure level with respect to income. ഇൻകത്തിനനുസരിച്ചുള്ള mean expenditure level ആണ്. അതിന്റെ കൂടെ രണ്ടാമത്തെ കമ്പോണന്റ് എന്താ ആഡ് ചെയ്യണേ? The second component is known as systematic or deterministic component. Systematic or deterministic component എന്ന് നമുക്ക് അതിനെ വിളിക്കാം. ആരെ? എക്സ്പെക്ടേഷൻ ഓഫ് Y given X നെ. എക്സ്പെക്ടേഷൻ ഓഫ് Y given X നെ നമുക്ക് സിസ്റ്റമാറ്റിക് ഓർ ഡിറ്റർമിനിസ്റ്റിക് കമ്പോണന്റ് എന്ന് വിളിക്കാം. അതിന്റെ കൂടെയുള്ള UI എന്ന് പറയുന്നത് റാൻഡം ഓർ നോൺ സിസ്റ്റമാറ്റിക് കമ്പോണന്റ്. നമുക്ക് ഈ എക്സ്പെക്ടേഷൻ ഓഫ് Y given Xi എന്ന് പറയുന്നത് നമ്മൾ തിയററ്റിക്കലി നമ്മൾ കണ്ടുപിടിച്ച കാര്യമാണ്. ഈ UI എന്ന് പറഞ്ഞാൽ അത് ബൈ ചാൻസ്, ബൈ റാൻഡംനെസ് ഒക്കെ വരുന്ന ഒരു വാല്യൂ ആണ്. അപ്പൊ അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് ഒറിജിനൽ അല്ലെങ്കിൽ ആക്ച്വൽ Yയുടെ വാല്യൂസ് കിട്ടാം. അതായത് ആക്ച്വൽ Yയുടെ വാല്യൂസും നമ്മൾ തിയററ്റിക്കലി കണ്ടുപിടിക്കുന്നതും തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരിക്കും. ആ വ്യത്യാസത്തിനെയാണ് നമ്മൾ ഇവിടെ എന്ത് വിളിക്കുന്നത്? ആ വ്യത്യാസം വരുന്നതിന്റെ കാരണം അത് റാൻഡം ആയിട്ടോ അല്ലെങ്കിൽ നോൺ സിസ്റ്റമാറ്റിക് കമ്പോണന്റ് എന്നോ നമുക്ക് അതിനെന്ത് ചെയ്യാം? റാൻഡം കമ്പോണന്റ് എന്നോ
നോൺ സിസ്റ്റമാറ്റിക് കമ്പോണന്റ് എന്നോ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, വിളിക്കാൻ പറ്റും. അപ്പോൾ ആ പോയിന്റ് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അതായത് ആക്ച്വൽ വാല്യൂസും തിയററ്റിക്കൽ വാല്യൂസും തമ്മിൽ ചെറിയ എന്തുണ്ടാവും, വ്യത്യാസം ഉണ്ടാവും. ആക്ച്വൽ വാല്യൂസും തിയററ്റിക്കൽ വാല്യൂസും തമ്മിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ആ വ്യത്യാസത്തിനെ നമ്മൾ എന്ത് വിളിക്കും, നോൺ സിസ്റ്റമാറ്റിക് കമ്പോണന്റ് അല്ലെങ്കിൽ റാൻഡം കമ്പോണന്റ് എന്ന് വിളിക്കും. അതിന് കാരണം എന്തായിരിക്കും എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു, ഈ എക്സ്പെൻഡിച്ചറിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരേ ഒരു കാരണം ആര് മാത്രമായിരിക്കൂല, ഇൻകം മാത്രമായിരിക്കൂല. വേറെയും പല കാരണങ്ങൾ ഉണ്ടാവാം. നമുക്ക് അറിയുന്ന കാരണങ്ങളോ അറിയാത്ത കാരണങ്ങളോ ഉണ്ടാവാം. ആ കാരണങ്ങളെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ ആ എറർ ടേമിനെ കൊണ്ട് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ യുവിനെ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആ മുകളിൽ തന്ന ഇക്വേഷനെ നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം, മാറ്റി എഴുതാൻ പറ്റും. കാരണം എക്സ്പെക്ടേഷൻ ഓഫ് y given x, എക്സ്പെക്ടേഷൻ ഓഫ് y given x നമ്മൾ ഓൾറെഡി β1 plus β2 xi എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. അതിന്റെ കൂടെ ഒരു ഡിസ്റ്റർബൻസ് ടേം, അതായത് ui കൂടി എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. അപ്പോൾ മുകളിലുള്ള ഏതെങ്കിലും ഒരു എക്സാമ്പിളിൽ ഈ സംഗതികൾ അപ്ലൈ ചെയ്യുമ്പോൾ, മുകളിലുള്ള ഏതെങ്കിലും ഒരു എക്സാമ്പിൾ, മുകളിലുള്ള പറയുന്ന എക്സാമ്പിളിൽ ഇവർ ഇത് അപ്ലൈ ചെയ്ത് കാണിക്കുന്നുണ്ട്. എന്താണ്, എക്സിന്റെ വാല്യൂ 800 ആകുമ്പോൾ, എക്സിന്റെ വാല്യൂ 800 ആകുമ്പോൾ ഈ ടേമുകൾ, ഓരോ ടേമുകളെയും എക്സിന്റെ വാല്യൂ 800 ആകുമ്പോൾ ഓരോന്നിനും നമുക്ക് ഇതുപോലെ എഴുതാൻ പറ്റും. അതായത് y1 ആയിട്ട് 550, അതിൽ വൈയിലെ ഫസ്റ്റ് വാല്യൂ 800 എക്സ് ആകുമ്പോൾ വൈയിൽ കുറേ വാല്യൂസ് ഉണ്ടല്ലോ. 800 എക്സ് ആകുമ്പോൾ, എക്സ് 800 ആകുമ്പോൾ വൈയിൽ ആദ്യം വരുന്നത് 550 ആണ്. 550 ഇട്ട് നമ്മൾ β1 plus β2 ഇൻറ്റു എക്സിന് വരെ 800 പ്ലസ് u1 കൊടുത്താൽ ആദ്യം, y2 ഇട്ടാൽ എന്താ 600, അത് കിട്ടും എങ്ങനെയാ, β1 plus β2 എക്സിന് വരെ എന്ത് ചെയ്താൽ മതി, 800 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, പ്ലസ് u2. അങ്ങനെ നമുക്ക് അതിലുള്ള എല്ലാ വാല്യൂസിനും ഇതുപോലെ എന്ത് ഉണ്ടാക്കാം, ഇക്വേഷൻ ഉണ്ടാക്കാം. ഇത് പരസ്പരം സോൾവ് ചെയ്താൽ നമുക്ക് വേണമെങ്കിൽ ആറ് വാല്യൂ കിട്ടും, β1ന്റെയും β2ന്റെയും ഒക്കെ വാല്യൂ കണ്ടുപിടിക്കാനും പറ്റും കേട്ടോ, ആ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ. എന്താൾക്കാർ നമ്മൾ അതിലേക്കല്ല പോകുന്നത്, നമ്മൾ ഈ പറയുന്ന എറർ ടേം അല്ലെങ്കിൽ യു എന്ന് പറയുന്ന ടേമിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് നമ്മളെ ഈ ഇക്വേഷനെ നമ്മൾ വീണ്ടും ഒരു എക്സ്പെക്ടേഷൻ കൊടുക്കുകയാണ്. ഏത് ഇക്വേഷന്, ഈ തന്നിട്ടുള്ള ഇക്വേഷന് നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും എക്സ്പെക്ടേഷൻ കൊടുക്കണം. അതായത് y is equal to എക്സ്പെക്ടേഷൻ ഓഫ് y given x പ്ലസ് യുഐക്ക് രണ്ട് സൈഡിലും LHSലും RHSലും നമ്മൾ എക്സ്പെക്ടേഷൻ കൊടുക്കണം. അപ്പോൾ ഇതെന്താവും, എക്സ്പെക്ടേഷൻ ഓഫ് y എന്നായിക്കോളും. ഓക്കെ, ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എന്തായിരിക്കും, y given എക്സ്പെക്ടേഷൻ ഓഫ് y given x. മൂന്നാമത്തെ ടേം എന്തായിരിക്കും, പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് ui എന്നാവും. ഓക്കെ, അതാണ് താഴെ കാണുന്നത്. ഈ പറയുന്ന ഈ ഇക്വേഷന് നമ്മൾ എന്ത് ചെയ്യുന്നു, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും എക്സ്പെക്ടേഷൻ എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും നോക്കിയതാ, എക്സ്പെക്ടേഷൻ ഓഫ് y given x is equal to expectation of y given x plus expectation of u given x. സോറി, അതിൽ എക്സ്പെക്ടേഷൻ മാത്രമല്ല കൊടുത്തത് കേട്ടോ, ഗിവൺ എക്സും കൂടി അതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. എക്സ്പെക്ടേഷൻ മാത്രമല്ല കൊടുത്തത്, എക്സ്പെക്ടേഷൻ മാത്രം കൊടുത്താൽ ഇതിങ്ങനെ വരില്ലല്ലോ, അതിൻ്റെ കൂടെ ഗിവൺ എക്സും കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുക്കുമ്പം ഈ ഇക്വേഷൻ കിട്ടി. ഈ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഇക്വേഷനിലേക്ക് നോക്കിയേ, ഈ സൈഡിൽ എക്സ്പെക്ടേഷൻ ഓഫ് y given x ആണ്. ഈ സാധനം എന്താ നോക്കിയേ, എക്സ്പെക്ടേഷൻ ഓഫ് y given x. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് x എന്ന് പറഞ്ഞാൽ അത് എക്സ്പെക്ടേഷൻ ഓഫ് x തന്നെയാണ്. എക്സ്പെക്ടേഷൻ ഓഫ് x എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, എക്സ്പെക്ടേഷൻ ഓഫ് x തന്നെയാണ്, നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ് y given x എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, എക്സ്പെക്ടേഷൻ ഓഫ് y given x തന്നെയാണ്. അപ്പോൾ ഇവിടെ എങ്ങനെ വരും, ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ് y given x എന്ന് വരും, ഇവിടെ എന്ത് തന്നെയാണ്, എക്സ്പെക്ടേഷൻ ഓഫ് y given x എന്ന് വരും, പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് u given x എന്നും വരും. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണ് അല്ലേ, എക്സ്പെക്ടേഷൻ ഓഫ് y given x എക്സ്പെക്ടേഷൻ ഓഫ് y given x ക്യാൻസൽ ആയി പോയാൽ ബാക്കി എന്താ ഉള്ളത്, എക്സ്പെക്ടേഷൻ ഓഫ് u given x equal to 0 എന്ന് വരും. എക്സ്പെക്ടേഷൻ ഓഫ് u given x equal to 0 എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് u ഫോർ ഓൾ x, എക്സിന്റെ വാല്യൂ ഏതും ആയിക്കോട്ടെ, എക്സിന്റെ വാല്യൂ 800 1000 1200 ഏതും ആയിക്കോട്ടെ, യുവിന്റെ വാല്യൂ എന്താ വരുന്നത്, 0 ആണ് എന്ന് കിട്ടി. അപ്പോൾ തിയററ്റിക്കലി ആ എറർ ടേം ഈ പറയുന്ന കേസിൽ എന്തായിരിക്കും,
സീറോ ആയിരിക്കും. അതായത് അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നെഗ്ലിജിബിൾ ആയിരിക്കും. നമ്മൾ തിയററ്റിക്കലി കണ്ടുപിടിക്കുന്നതും ആക്ച്വൽ ഉള്ളതും തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും? നെഗ്ലിജിബിൾ ആയിരിക്കും എന്നാണ് ഇതിലൂടെ എന്ത് ചെയ്യുന്നത്? പറയുന്നത്. അപ്പൊ ഈ ഒരു ഇതനുസരിച്ച് നമുക്ക് എന്ത് കിട്ടി? ഈ ഒരു കൺക്ലൂഷനോട് കൂടി ഒരു കാര്യം മനസ്സിലായി. ഇൻകവും ഒരു ഫാമിലിന്റെ ഇൻകവും അവരുടെ എക്സ്പെൻഡിച്ചറും തമ്മിൽ ഒരു ലീനിയർ റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് മനസ്സിലായി. ഇൻകവും എക്സ്പെൻഡിച്ചറും തമ്മിൽ ഒരു ലീനിയർ റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ആ ലീനിയർ റിലേഷൻഷിപ്പ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ അതിൽ ആക്ച്വൽ വാല്യൂ അതുപോലെ നമ്മുടെ തിയററ്റിക്കൽ വാല്യൂവും തമ്മിൽ ഉള്ള വ്യത്യാസം, ആ ഡിസ്റ്റർബൻസ് ടേം എന്ന് പറഞ്ഞാൽ, ആ ഡിസ്റ്റർബൻസ് ടേം ഉണ്ടാവാനുള്ള കാരണം ഈ ഇൻകം മാത്രമല്ല ഈ എക്സ്പെൻഡിച്ചറിനെ എഫക്ട് ചെയ്യുന്നുണ്ടാവുക. വേറെയും പല കാരണങ്ങളും ഉണ്ടാവാം. നമുക്ക് അറിയുന്നതും അറിയാത്തതുമായ പല കാരണങ്ങളും ഉണ്ടാവാം. അതുകൊണ്ട് ഈ പറയുന്ന ഇൻകം എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പിൽ ഒരു വേരിയേഷൻ ഉണ്ടാവാം. ആ വേരിയേഷൻ നമ്മൾ ഡിസ്റ്റർബൻസ് ടേം ആയിട്ടുള്ള യുനെ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുമ്പം അത് കിട്ടാനുള്ള ആ ഒരു ഡിസ്റ്റർബൻസ് ടേമിന്റെ വാല്യൂ വരാനുള്ള എക്സ്പെക്ടേഷൻ ഓഫ് യു ഫോർ ഗിവൺ എക്സ്, ഒരു എക്സിന് ആ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് യു എന്ന് പറയുന്നത് 0 ആണ് എന്ന് കിട്ടി. അതായത് അവിടെ നമുക്ക് ആക്ച്വൽ വാല്യൂ നമ്മുടെ തിയറിറ്റിക്കൽ വാല്യൂ തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്ന് നമുക്ക് എന്ത് ചെയ്തു? ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റി. അപ്പം നമ്മൾ ഈ എക്സ്പെൻഡിച്ചറും ഇൻകവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ കണ്ടുപിടിച്ചു. അതെങ്ങനെയായിരുന്നു? y for expected value of y for given x, അല്ലേ? y for given x is equal to expected value of y for given x is equal to എന്തായിരുന്നു? beta 1 plus beta 2 x, beta 1 plus beta 2 x. ഇതിന്റെ കൂടെ ആരും കൂടി വന്നിരുന്നു? u എന്ന് പറഞ്ഞ ടേമും കൂടി വന്നിരുന്നു. ഈ u എന്ന് പറഞ്ഞ ടേം നെഗ്ലിജിബിൾ ആണ് എന്ന് നമുക്ക് ഈ തിയറത്തിന്റെ കാര്യത്തിൽ നമുക്ക് മനസ്സിലായി. അപ്പൊ അത് 0 ആയി പോകുമ്പോൾ ബാക്കി എന്തുണ്ടാവുള്ളൂ? ഈ പറയുന്ന റിലേഷൻഷിപ്പ് ആണ് എന്ത് തമ്മിൽ? ഇൻകവും എക്സ്പെൻഡിച്ചറും തമ്മിലുള്ളതെന്ന് മനസ്സിലായി. എല്ലാത്തിലും ഇതുപോലെ അത് നെഗ്ലിജിബിൾ ആവണം എന്നൊന്നുമില്ല. അപ്പൊ ഈ കേസിൽ എന്താണ്? ഇൻകവും എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ഡിഫറൻസ് നെഗ്ലിജിബിൾ ആണ്. അപ്പം ഇൻകവും എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ലീനിയർ റിലേഷൻഷിപ്പ് ആണ്. അത് എന്ത് തരത്തിലാണ് അതിന്റെ ഇക്വേഷൻ വരുന്നത് അല്ലെങ്കിൽ അതിന്റെ ഫംഗ്ഷൻ വരുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത ഡിസ്കസ് ചെയ്യുന്നത് the significance of stochastic disturbance term. ഈ stochastic disturbance term നമ്മളിപ്പോൾ പറഞ്ഞ u എന്ന് പറഞ്ഞ ഡിസ്റ്റർബൻസ് ടേം ഉണ്ടല്ലോ, അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്നാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു u എന്ന് പറയുന്നത് നമ്മൾ ഒഴിവാക്കിയ അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യാത്ത എല്ലാ വേരിയബിൾസിന്റെയും കൂടി എന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. നമുക്കിപ്പോൾ കുറേ വേരിയബിൾ ഉണ്ടാവാം. നമ്മുടെ എക്സ്പെൻഡിച്ചറിനെ എഫക്ട് ചെയ്യുന്ന വേരിയബിൾ ഇൻകം മാത്രമല്ല വേറെയും പല വേരിയബിൾ ഉണ്ടായിരിക്കാം. അപ്പം ആ വേരിയബിൾ എല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ ഒഴിവാക്കിയപ്പോൾ ആ വേരിയബിൾ എല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ ആ ഡിസ്റ്റർബൻസ് ടേം അഥവാ യുവിന് അവിടെ എന്ത് ചെയ്തത്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പൊ നമുക്ക് ചോദ്യം വരാം, എന്തുകൊണ്ട് ആ ഒഴിവാക്കിയ വേരിയബിളും കൂടി നമുക്ക് അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൂടാ എന്ന്, അല്ലേ? ഒഴിവാക്കിയ വേരിയബിളും കൂടി നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂലേ എന്നൊരു ചോദ്യം ഉണ്ടാവാം. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ ഇൻകവും നിങ്ങൾക്ക് എക്സ്പെൻഡിച്ചറും തന്നു. അതിന്റെ കൂടെ തന്നെ അതിനെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫാമിലി മെമ്പേഴ്സിന്റെ എണ്ണം. ഫാമിലി മെമ്പേഴ്സിന്റെ എണ്ണം അല്ലെങ്കിൽ വെൽത്ത് കണ്ടീഷൻ. ഒരു ഫാമിലിന്റെ വെൽത്ത് എങ്ങനെയാണോ അതിനനുസരിച്ച് അവർക്ക് ചെലവാക്കി കൂടെ. അവരുടെ ഇൻകം കുറവാണെങ്കിൽ പോലും നല്ല വെൽത്ത് ഉള്ള ഫാമിലി ആണെങ്കിൽ അവർക്ക് കൂടുതൽ ചെലവാക്കാം. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളും കൂടി നമുക്ക് ഈ ഇക്വേഷനിൽ ഇൻക്ലൂഡ് ചെയ്തൂടെ എന്നൊരു ചോദ്യം വരാം. ആ കാര്യങ്ങളും കൂടി ഇക്വേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോണത്. അതായത് ഇപ്പൊ നമ്മൾ ഒഴിവാക്കുന്ന വേരിയബിളും കൂടി നമുക്ക് ഇതിൽ എന്ത് ചെയ്യാം? ഇൻട്രൊഡ്യൂസ് ചെയ്തൂടെ എന്നാണ്. അതായത് സ്റ്റോക്കാസ്റ്റിക് ഡിസ്റ്റർബൻസ് ടേം എന്ന് പറയുന്നത് അവിടെ വരുന്നത് എല്ലാ ഒഴിവാക്കിയ വേരിയബിളും കൂടിയാണ്. അങ്ങനെയാണ് ഒഴിവാക്കുന്ന വേരിയബിളിന് പകരം ആ വേരിയബിളിനെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തൂടെ എന്ന് ചോദിച്ചാൽ അതിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റത്തെ കാര്യം വോഗ്നെസ് ഓഫ് തിയറി ആണ്. അതായത് നമുക്ക് വീക്ക്ലി ഇൻകത്തിനെ എഫക്ട് ചെയ്യുന്ന വേറെയും പല കാര്യങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞു, അല്ലേ? പക്ഷെ നമ്മൾ അതിനെന്ത് ചെയ്യുന്നു? ഒഴിവാക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ആ പറയുന്ന വാല്യൂസ്
നമുക്ക് ഒഴിവാക്കാവുന്ന വാല്യൂസ് ആയിരിക്കും. നമ്മളത് കൺസിഡർ ചെയ്യേണ്ടാത്ത വളരെ ചെറിയൊരു വ്യത്യാസം വരുത്തുന്ന എന്തെങ്കിലും കാരണങ്ങളായിരിക്കാം. അങ്ങനെയുള്ളതാണെങ്കിൽ നമുക്ക് അതിന് പിന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഉറപ്പാവുകയാണ്, വി മൈറ്റ് നോ ഫോർ ഷുവർ ദാറ്റ് ദ വീക്ക്ലി ഇൻകം X influences weekly consumption expenditure Y, but we might be ignorant or unsure about the other variables affecting Y. നമുക്ക് അത് അറിയില്ല, എന്തൊക്കെയാണ് ആ വേരിയബിൾ എന്ന് നമുക്ക് അറിയില്ല. ഇപ്പോൾ നമുക്ക് അറിയുന്ന രണ്ട് കാര്യം, ഇൻകം ഉണ്ട്, അതുപോലെ എക്സ്പെൻഡിച്ചർ ഉണ്ട്. അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ നോക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിനെ അഫക്റ്റ് ചെയ്യുന്ന വേറെ വേരിയബിൾ ഉണ്ട് എന്ന് നമുക്ക് അറിയാം, പക്ഷെ ആ വേരിയബിൾ ആരാന്ന് നമുക്ക് അറിയില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ വേറെ വേരിയബിൾ ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞു വെൽത്ത്, അതുപോലെ അവരുടെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ അതിനെ എഫക്ട് ചെയ്യുന്നതാണ്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരാരോ ഉണ്ട്, പക്ഷെ ആരാ നമുക്ക് അറിയില്ല. അതിനെയാണ് നമുക്ക് അതിനെ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ ഒരു വകുപ്പില്ല, അല്ലെങ്കിൽ അത് ഉണ്ട് പക്ഷെ അത് അങ്ങനെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല എന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് എന്ത് ചെയ്യാം, ഒഴിവാക്കാൻ പറ്റും. പിന്നെയോ വേറൊരു കേസ്, അൺഅവൈലബിലിറ്റി ഓഫ് ഡാറ്റ. അതായത് അത് ഇൻക്ലൂഡ് ചെയ്യിക്കാണ്ട് നമ്മൾ യുനെ തന്നെ ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാരണം, വേറൊരു കാരണമാണ് അൺഅവൈലബിലിറ്റി ഓഫ് ഡാറ്റ. അപ്പോൾ നമുക്കറിയാം, ഈവൻ ഇഫ് വി നോ സം ദ എക്സ്ക്ലൂഡഡ് വേരിയബിൾസ് ആൻഡ് ദെർഫോർ കൺസിഡർ മൾട്ടിപ്പിൾ റിഗ്രഷൻ മോഡൽ റാദർ ദാൻ സിമ്പിൾ റിഗ്രഷൻ. നമുക്കറിയാം ഏതൊക്കെയാണ് നമ്മുടെ എക്സ്ക്ലൂഡ് ചെയ്ത വേരിയബിൾ ഏതൊക്കെയാന്ന്. അപ്പോൾ നമുക്ക് ആ വേരിയബിൾ ഏതൊക്കെയാന്ന് പറഞ്ഞാൽ നമുക്ക് അത് എന്ത് ചെയ്യാം, ഇൻക്ലൂഡ് ചെയ്യിക്കാം. പക്ഷേ നമുക്ക് അത് ഇൻക്ലൂഡ് ചെയ്യിക്കാൻ വേണ്ട ഡാറ്റ നമ്മുടെ കയ്യിലില്ല. നമുക്കറിയാം ഇപ്പോൾ അവരുടെ വെൽത്ത് അതിനെ എഫക്ട് ചെയ്യുന്നുണ്ട് നമുക്കറിയാം. പക്ഷെ വെൽത്ത് എഫക്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയല്ലാണ്ട് ഈ പറഞ്ഞ 60 ഫാമിലീസിന്റെ വെൽത്തിനെ കുറിച്ച് നമുക്ക് അറിയില്ല. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഡാറ്റ അല്ലേ, അത് ഇന്ന ഫാമിലിക്ക് ഇത്ര വെൽത്ത്, ഇന്ന ഫാമിലിക്ക് ഇത്ര വെൽത്ത്, ഇന്ന ഫാമിലിക്ക് ഇത്ര വെൽത്ത് എന്ന് അറിയണം. അത് അറിയില്ല എന്ന് വിചാരിക്കും. അപ്പൊ അവിടെ അൺഅവൈലബിലിറ്റി ഓഫ് ഡാറ്റയാണ്. ആ ഡാറ്റ അവൈലബിൾ അല്ലാത്തതിനെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന് വേരിയബിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പോഴും നമ്മൾ എന്താ, ഈ സ്റ്റോക്കാസ്റ്റിക് എറർ ടേം ആണ് അവിടെ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. ഇനി കോർ വേരിയബിൾസ് വേഴ്സസ് പെരിഫറൽ വേരിയബിൾസ്. ഓക്കെ, അതെന്താന്ന് നോക്കാം. ഇപ്പോൾ കുറേ വേരിയബിൾ ഉണ്ട് വിചാരിക്കാം. അതായത് ചിൽഡ്രൻസിന്റെ എണ്ണം, നമ്പർ ഓഫ് ചിൽഡ്രൻ, സെക്സ്, റിലീജിയൻ, എഡ്യൂക്കേഷൻ, ജിയോഗ്രഫിക്കൽ റീജിയൻ, ഇതൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ ആളുകളുടെ കൺസംഷനെ എഫക്ട് ചെയ്യുന്നുണ്ടാവും അല്ലെ. ആളുകളുടെ എണ്ണം കൂടുമ്പോൾ കൂടുതൽ വാങ്ങുന്നുണ്ടാവും. ചിലപ്പോൾ ആണ് പെണ്ണ്, അവർ കൂടുതൽ, ആണുങ്ങൾ ചിലപ്പോൾ കൂടുതൽ വാങ്ങുന്നവർ, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ കൂടുതൽ ചിലവാക്കുന്നവരൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ റീജിയൻ, ചില റിലീജിയൻകാർ കൂടുതൽ പൈസ ചിലവാക്കുന്നവരുണ്ടാവും. അല്ലെങ്കിൽ ചില ഏരിയ, അല്ലെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ ഒക്കെ ഇതിനെന്ത് ചെയ്യുന്നുണ്ടാവും, എഫക്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷേ നമുക്കതെല്ലാം കൂടി ചേർത്തിട്ട് എന്ത് ചെയ്യണം, നമ്മളെല്ലാത്തിനെയും നമ്മൾ വേരിയബിൾ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് പ്രാക്ടിക്കൽ ആയിട്ട് എന്തല്ല, പോസിബിൾ അല്ല. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കലി നമുക്ക് പോസിബിൾ ആണ്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മളൊരു വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പൊ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഒന്നും പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്തത് കൊണ്ട്, ഇതൊക്കെ ചെറിയ വേരിയബിൾസ് ആണ്, പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതൊന്നും അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റൂല. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തതിനോട് ഇതിന്റെ എല്ലാത്തിൻ്റെയും കൂടി കമ്പൈൻഡ് എഫക്റ്റ് ആയിട്ട് നമ്മൾ ആരെ ഇൻട്രൊഡ്യൂസ് ചെയ്യും, ഒരു റാൻഡം വേരിയബിൾ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റർബൻസ് ടേം യുനെ എന്ത് ചെയ്യും, ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇനി ഇൻട്രിൻസിക് ആൻഡ് റാൻഡംനെസ് ഇൻ ഹ്യൂമൻ ബിഹേവിയർ എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്കിതെല്ലാം അറിഞ്ഞു എന്ന് വിചാരിക്കും, എല്ലാ റെലവൻറ്റ് വേരിയബിൾസും നമ്മൾ എന്ത് ചെയ്തു, അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള വേരിയബിൾസ് അറിയാം, അതിൻ്റെ ഡാറ്റയും നമ്മളെ കയ്യിലുണ്ട്, നമ്മളത് എന്ത് ചെയ്തു, ഇൻട്രൊഡ്യൂസ് ചെയ്താലും അതിലെന്തുണ്ടാവും, ഒരു റാൻഡംനെസ് ഉണ്ടാവും. അതായത് ഇൻട്രിൻസിക് ആയിട്ടുള്ള വാല്യൂസ് ഇത്രയും ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്താലും അതിൽ ചെറിയ എന്തുണ്ടാവും, ഇൻട്രിൻസിക് ആയിട്ടുള്ള വാല്യൂസ് ഉണ്ടാവാം. അതുകൊണ്ട് നമ്മൾ ഇത്രയും എല്ലാ വേരിയബിളും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്താലും അതിൽ നമുക്ക് അറിയാത്ത പല എന്തുണ്ടാവും, നമുക്ക് അറിയാത്ത, നമ്മളെ കണ്ണുപെടാത്തതോ നമുക്ക് മനസ്സിലാവാത്തതോ ആയിട്ടുള്ള വേരിയബിൾസും ഉണ്ടാവും. അപ്പൊ എങ്ങനെയായാലും ഒരു എന്തുണ്ടാവാം, വേരിയേഷൻ ഉണ്ടാവാം. അതുകൊണ്ട് അങ്ങനെ നമ്മൾ എല്ലാ വേരിയബിളും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ കോംപ്ലക്സിറ്റി ഇങ്ങനെ കൂടും. സെക്കൻഡ് ഡിഗ്രി 2 വേരിയബിൾ ആണെങ്കിൽ
നമുക്ക് ഗ്രാഫിക്കലി ഒക്കെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. വേരിയബിൾ കൂടുന്നതനുസരിച്ച് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റൂല. അപ്പോൾ അത് കൂടുതൽ കോംപ്ലക്സ് ആയിട്ട് മാറും. അപ്പോൾ അങ്ങനെ എങ്ങനെയൊക്കെ റിസ്ക് എടുത്ത് നമ്മൾ കോംപ്ലക്സ് ആക്കിയിട്ട് ചെയ്താലും അതിൽ ഇൻട്രിൻസിക് ആയിട്ടുള്ള വാല്യൂസ് ഉണ്ടാവും. അപ്പോൾ പിന്നെ ഈ ചെയ്യണതിൽ അർത്ഥമില്ലാണ്ട് ആയിരിക്കും. പിന്നെ പുവർ പ്രോക്സി വേരിയബിൾസ് എന്താ നോക്കാം. അത് although classical regression model assumes that the variable y and x measures accurately, നമ്മൾ in practice the data may affected errors or measurement. For example നോക്കുകയാണെങ്കിൽ നമ്മളൊരു തിയറി ഉണ്ട്, ആരതാണ്, മിൽട്ടൺ ഫ്രൈഡ്മാൻ്റെ തിയറി അനുസരിച്ച് കൺസംഷൻ ഫംഗ്ഷൻ, അയാളുടെ കൺസംഷൻ ഫംഗ്ഷൻ്റെ തിയറി അനുസരിച്ച് പെർമനന്റ് കൺസംഷൻ ആസ് എ ഫംഗ്ഷൻ ഓഫ് പെർമനന്റ് ഇൻകം, പെർമനന്റ് കൺസംഷനും പെർമനന്റ് ഇൻകവും തമ്മിൽ ഉള്ള റിലേഷനെ കുറിച്ചുള്ള തിയറിയാണ്. പക്ഷെ നമ്മളെ ഡാറ്റയിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പെർമനന്റ് കൺസംഷനും പെർമനന്റ് ഇൻകവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇൻകം എന്ന് പറയുന്നതും കൺസംഷൻ എന്ന് പറയുന്നതും ഇടയ്ക്കിടയ്ക്ക് വാല്യൂ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, മാറിക്കൊണ്ടിരിക്കും. അപ്പം നമുക്ക് പ്രോക്സി ആയിട്ടുള്ള ഈ പെർമനന്റ് കൺസംഷൻ പെർമനന്റ് ഇൻകം എന്ന് പറഞ്ഞ വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടുപിടിക്കാൻ പറ്റില്ല വേരിയബിൾ. അപ്പോൾ അവിടെ പ്രോക്സി വേരിയബിൾസ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. അവിടെ ആരാ നമ്മൾ യൂസ് ചെയ്യുക, കറണ്ട് കൺസംഷനും അതുപോലെ കറണ്ട് ഇൻകം ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക അവിടെ യൂസ് ചെയ്യുക. അപ്പം ഈ പെർമനന്റ് കൺസംഷനും പെർമനന്റ് ഇൻകം എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തതിനുകൊണ്ട് അവിടെ നമ്മൾ ആരെ, പ്രോക്സി വേരിയബിൾ ആയിട്ടുള്ള കറണ്ട് കൺസംഷനും കറണ്ട് ഇൻകം ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക യൂസ് ചെയ്യുക. അതാണ് നമ്മുടെ ഒബ്സർവ്ഡ് വേരിയബിൾ ഉണ്ടാവുക. അപ്പം ആ ഒരു വ്യത്യാസം കൊണ്ട് തന്നെ വൈയും വൈ പിയും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും, അല്ലെങ്കിൽ എക്സും എക്സ് പിയും തമ്മിൽ തന്നെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ആ ഒരു വ്യത്യാസം നമ്മുടെ എന്തിലും വരും, നമ്മുടെ ഈ പറയുന്ന റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഫംഗ്ഷൻ ഉണ്ടാക്കുമ്പോഴും ആ ഒരു വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് അങ്ങനത്തെ സിറ്റുവേഷനിലും ആ പറയുന്ന വ്യത്യാസം ഒഴിവാക്കാൻ നമുക്ക് എറർ ടേമുകൾ എന്ത് ചെയ്യാം, ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് പാർസിമോണി. പ്രിൻസിപ്പിൾ ഓഫ് പാർസിമോണി എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യുക, റിഗ്രഷൻ മോഡൽ സിമ്പിളായിട്ട് നിർത്താൻ വേണ്ടി ആഗ്രഹിക്കുക. എപ്പോഴും അത് സിമ്പിളായിട്ട് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, ചിന്തിക്കുക. അപ്പോൾ 2 or 3 വേരിയബിൾസ് ഉണ്ടാവുകയാണെങ്കിൽ തിയറി സ്ട്രോങ് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഫലം അതിനെന്ത് ചെയ്യൂല, കിട്ടൂല. അതിപ്പോൾ നമ്മൾ 3 വേരിയബിൾ അല്ലെങ്കിൽ 4 വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ നമ്മുടെ തിയറി അത്രക്ക് എന്തല്ല, സ്ട്രോങ് അല്ല. തിയറി സ്ട്രോങ് അല്ല എന്ന് പറയാൻ കാരണം ഇപ്പോൾ നമ്മൾ ഇവിടെ തിയറി സ്ട്രോങ് ആയിട്ട് പറഞ്ഞു എന്ത്, ഇൻകവും കൺസെപ്ഷനും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ള തിയറി കറക്റ്റ് ആയിരുന്നു ആ തിയറി. അതുകൊണ്ടാണ് നമുക്കത് ആ റിലേഷൻഷിപ്പ് കറക്റ്റ് ആയിട്ട് കിട്ടി. നേരെ കുറച്ച് ഇൻകവും കൺസെപ്ഷനും കുട്ടികളുടെ എണ്ണവും തമ്മിൽ റിലേഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊരു തിയറി, ആ തിയറി അത്ര സ്ട്രോങ് അല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്നതിൽ എന്തുണ്ടാവില്ല, അർത്ഥം ഉണ്ടാവില്ല. അതായത് ആ തിയറി സ്ട്രോങ് ആകുമ്പോഴാണ് ആ സൊല്യൂഷൻ നമ്മുടെ ഇക്വേഷൻ കറക്റ്റ് ആ സിറ്റുവേഷനിലേക്ക് എന്താവുക, സ്യൂട്ടബിൾ ആകും. അങ്ങനെ കറക്റ്റ് അല്ലാത്ത അല്ലെങ്കിൽ അത്ര സ്ട്രോങ് അല്ലാത്തൊരു തിയറി ആകുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കണേ ആ വേരിയബിൾ 2 വേരിയബിൾ 3 വേരിയബിൾ അല്ലെങ്കിൽ 4 വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് വെച്ചിട്ട് അതിനെ കൊണ്ട് എന്തില്ല, കാര്യമില്ലാണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് അങ്ങനെ ചെയ്യാതിരിക്കുന്നതല്ലേ പിന്നെ നല്ലത് എന്നുള്ള ചിന്ത. അതായത് കൂടുതൽ മെനക്കെടാതിരിക്കുക, അതായത് ആ അനാവശ്യ കാര്യങ്ങൾക്ക് കൂടുതൽ മെനക്കെടാതിരിക്കുക എന്നുള്ളൊരു ചിന്താഗതി, അതിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് പാർസിമോണി എന്ന് വിളിക്കുക. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പൈസയോ ആളുകളോ അല്ലെങ്കിൽ മെനക്കെടാതിരിക്കുക എന്നുള്ളതാണ് ഈ ചിന്തേന്റെ അർത്ഥം. അപ്പൊ അവിടെ എന്താണ്, അങ്ങനെ ചെയ്തത് കൊണ്ട് കൂടുതൽ വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്തുകൊണ്ട് അതിൽ കാര്യമില്ല. തിയറി സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ ആ വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണതിനെ കൊണ്ട് എന്തുള്ളൂ, കാര്യമുള്ളൂ. അപ്പം വെറും കൂടുതൽ വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള പേരിന് വേണ്ടി മാത്രം അത് ചെയ്യുന്നതിൽ കാര്യമില്ല എന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങനെ കൂടുതൽ വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ത് ചെയ്യുക, ഒഴിവാക്കുക. അതിന് പകരം ഡിസ്റ്റർബൻസ് ടേം എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. ഇനി ലാസ്റ്റ് വൺ ആണ് റോങ് ഫങ്ഷണൽ ഫോം. അപ്പം അതെന്താണ്, ഇപ്പം നമ്മളെ ഫങ്ഷണൽ ഫോം എന്ന് പറയുന്നത് പലതരത്തിലുണ്ടാവും. അതായത് ഇപ്പം ഇക്വേഷൻ ഇങ്ങനെയായിരിക്കും വരാൻ ചിലപ്പോൾ y = β1 + β2 x + ui എന്നുള്ളൊരു ഫങ്ഷണൽ ഫോം ഉണ്ടാവും. ഓക്കെ, അതുപോലെ ചിലപ്പം അത് ഇങ്ങനെ നോൺ ലീനിയർ ആയിട്ടായിരിക്കും ചിലപ്പോൾ ഉണ്ടായിരിക്കുക, β1 + β2 xi + β2 xi², അല്ലേ. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറഞ്ഞ വേരിയബിളും y എന്ന് പറഞ്ഞ വേരിയബിളും ഉള്ളൂ. ഇവിടെ രണ്ട് എക്സുകളുണ്ട്,
അതുപോലെ y ഉണ്ട്. അപ്പൊ ഇവിടെ ഉള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ സാധനത്തിന് നമുക്ക് എന്ത് ചെയ്യാം, ഗ്രാഫിക്കലി വരച്ച് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. കാരണം രണ്ടേ രണ്ട് വേരിയബിൾ ഉള്ളൂ. പക്ഷെ ഈ കാരണം ഇതിനെ നമുക്ക് ഗ്രാഫിക്കലി എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടുപിടിക്കാൻ പ്രയാസമായിരിക്കും. കാരണം അതിൽ രണ്ട് കൂടുതൽ എന്തുണ്ട്, വേരിയബിൾ ഉണ്ട്. ആ വേരിയബിളിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് അത് ഗ്രാഫിക്കലി വരച്ച ആ മോഡൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് എന്ത് ചെയ്യാണ്, കുറയാണ് ചെയ്യുന്നത്. അപ്പം കൂടുതൽ വേരിയബിൾ ഉണ്ടാക്കിയിട്ട് തെറ്റായിട്ടുള്ള ഒരു ഫങ്ഷണൽ ഫോമിലേക്ക് പോകുന്നതിനേക്കാളും നല്ലത് എന്താണ്, വേരിയബിൾസിന്റെ എണ്ണം കുറച്ചിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫങ്ഷണൽ ഫോമിലേക്ക് എത്തിക്കുന്നതാണ്. അതായത് ഇപ്പൊ നമ്മൾ ഫങ്ഷണൽ ഫോം നമുക്ക് ഈ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും, ഇത് കണ്ടുപിടിക്കാൻ പ്രയാസമായിരിക്കും. കാരണം വേരിയബിളിന്റെ എണ്ണം എന്ത് ചെയ്താണ്, കൂടുതലാണ്. അപ്പൊ വേരിയബിളിന്റെ എണ്ണം കൂട്ടിയിട്ട് തെറ്റായ ഒരു ഫങ്ഷണൽ ഫോമിലേക്ക് പോകുന്നതിനേക്കാളും നല്ലത് കുറച്ച് വേരിയബിൾ കുറഞ്ഞിട്ടുള്ള ശരിയായിട്ടുള്ള ഒരു ഫങ്ഷണൽ ഫോമിൽ എന്ത് ചെയ്യുന്നതാണ്, നമ്മൾ ഫങ്ഷണൽ ഫോം ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം രണ്ടിൽ കൂടുതൽ വേരിയബിൾ ഉണ്ടെങ്കിൽ പോലും അതിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് റിലേഷൻഷിപ്പ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്തിട്ട് മൂന്നാമത്തതിനെയോ നാലാമത്തതിനെയോ എല്ലാത്തിനെയും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കുന്നത് ഒരു ഡിസ്റ്റർബൻസ് ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ?